യുകെയിലേക്ക് പല നാടുകളിൽ നിന്നും പല പ്രതീക്ഷകളുമായി യുകെയിൽ ജീവിതം പിടിപ്പിക്കുന്നതിനായി എത്തിയവർക്ക് എങ്ങനെയാവും മുമ്പോട്ടുള്ള ജീവിതം എന്ന ഒരാശങ്കയിൽ നിൽക്കുന്ന ഈ സമയത്ത് അവരുടെ ആശങ്കകൾക്ക് പരിഹാരം അല്ലെങ്കിൽ ആശങ്കകൾ ദൂരീകരിക്കുന്നതിനും നൽകുന്നതിനും വെച്ചാണ് സമീക്ഷയൊക്കെ ഈ ഒരു വെബിനാർ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ വെബിനാറിൽ നമ്മളോട് സംസാരിക്കുന്നതിനായി രണ്ട് നിയമവിദഗ്ധർ നമ്മളോടൊപ്പം ഉണ്ട്. ഒന്ന് ജോഹർ ബാബു, മറ്റൊന്ന് അഡ്വക്കേറ്റ് ബിനോജ് പുഷ്പാങ്കരൻ. ഈ രണ്ടുപേരും നമ്മളോടൊപ്പം ഇന്ന് 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനും നിങ്ങൾ ആശങ്കകൾക്ക് മറുപടി പറയുന്നതിനും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. ഈ പരിപാടിയെക്കുറിച്ച് ഒരു ചെറിയ ഇൻഫർമേഷൻ കൂടെ നിങ്ങൾക്ക് നൽകാം. ഈ പരിപാടി ഒരു പരിപാടി ഭംഗിയായി നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാവരെയും മ്യൂട്ട് ചെയ്തുകൊണ്ടാണ് ഈ പരിപാടി ഇപ്പോൾ നമ്മൾ ആരംഭിച്ചിരിക്കുന്നത്. പരിപാടി മുമ്പോട്ട് പോകുമ്പോൾ ആദ്യം ഈ രണ്ട് നിയമവിദഗ്ധർ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ നിയമ വ്യതിയാനങ്ങളെക്കുറിച്ച്, മാറ്റങ്ങളെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. അതിനുശേഷം ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ തന്നെ പുറത്തുവിട്ടിരിക്കുന്ന ഗൂഗിൾ ഫോം വഴി വന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾക്ക് അവരാദ്യം തന്നെ മറുപടി നൽകും. അതിനുശേഷം ഇപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്ന ആർക്കെങ്കിലും അവരോട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ അവർക്ക് ഹാൻഡ് റൈസ് ചെയ്യാവുന്നതാണ്. അല്ല എങ്കിൽ ഇതിന്റെ ചാറ്റ് ബോക്സിൽ അവർക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ആ മെസ്സേജുകൾക്ക് കൃത്യമായി മറുപടി നൽകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സമയത്ത് ഓരോരുത്തരെയും അൺമ്യൂട്ട് ചെയ്ത് അവർക്ക് സംസാരിക്കുന്നതിനുള്ള അവസരം നൽകുന്നതായിരിക്കും. അപ്പോൾ പരിപാടിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതിനായി സമീക്ഷ യുകെയുടെ നാഷണൽ പ്രസിഡന്റ് രാജിഷാജിയെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ഉണ്ണിച്ചേട്ടാ. ആദ്യമായി തന്നെ നമ്മുടെ ഈ വെബിനാറിലേക്ക് ഇവിടെ ചേർന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം ചെയ്താനാണ് എന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മുടെ വിശിഷ്ട വ്യക്തികളായി ഇവിടെ നമ്മോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് മാരി ഡി ലൂയിസ് സോളിസിറ്റേഴ്സ് ഗ്രൂപ്പിൽ നിന്നും അഡ്വക്കേറ്റ് ജവഹർ ബാബു, പിന്നീട് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായ ബിനോജ് പുഷ്പാങ്കദനുമാണ്. അവർ രണ്ടുപേരും ഈ ഒരു കാര്യത്തിൽ ഒരുപാട് ഇൻഫർമേഷനുമായിട്ടാണ് നമ്മുടെ മുന്നോട്ട് എത്തിച്ചേർന്നിരിക്കുന്നത്. അവരെ രണ്ടുപേരെയും ഞാൻ ഈ വെബിനാറിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഏതൊരു പരിപാടിയുടെയും വിജയം അതിൻ്റെ ഓഡിയൻസാണ്. ഈ ഒരു ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണി സമയത്ത് നമ്മോടൊപ്പം ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഒറ്റ വാക്കിൽ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയുടെ വിജയത്തിനായി നമ്മോടൊപ്പം പ്രവർത്തിക്കുന്ന നമ്മുടെ യൂണിറ്റ് തലം മുതൽ സെക്രട്ടേറിയറ്റ് തലം വരെയുള്ള ഓരോ പ്രവർത്തകരെയും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി ഇവിടെ ആരംഭിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു. ഇതിൻ്റെ മോഡറേറ്ററായിട്ട് ഞാൻ ഉണ്ണിച്ചേട്ടനെ ക്ഷണിക്കുന്നു. ആദ്യമായി ഈ പരിപാടിയിലേക്ക് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും സംസാരിക്കുന്നതിന് വേണ്ടി നമുക്ക് അഡ്വക്കേറ്റ് ജോഹർ ബാബുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹലോ, നമസ്കാരം. വാം വെൽക്കം ടു ദ സെഷൻ ഓൾ ഓഫ് യു. ആദ്യമായി തന്നെ ഞാൻ സമീക്ഷയെ വളരെ ഹാർദവമായി അനുമോദനം ചെയ്യുകയാണ്. കാരണം ഇത്തരമൊരു പരിപാടികൾ സംഘടിപ്പിക്കുവാനും ആളുകളിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ എത്തിച്ചു കൊടുക്കണം. വളരെ എല്ലാ ആളുകളും വളരെ പാനിക്കായിട്ടും ഇതൊരു നിയമമായിട്ടില്ലെങ്കിൽ കൂടെ തന്നെ ഏറ്റവും കൂടുതൽ സംശയം ഇളവാക്കുന്ന ഒരു സ്റ്റേജിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യമായി ഞാൻ സമീക്ഷയെ അനുമോദിക്കുകയാണ്. എൻ്റെ പേര് അഡ്വക്കേറ്റ് ജൗഹർ. ഞാൻ ലണ്ടൻ ബേസ് ചെയ്തിട്ടുള്ള മാരി ഡി ലൂയിസ് സോളിസിറ്റേഴ്സിലാണ് വർക്ക് ചെയ്യുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു ഏതാനും 2, 3, 4 വർഷമായി, നമുക്ക് കൃത്യമായി പറഞ്ഞാൽ പോസ്റ്റ് ബ്രെക്സിറ്റിന് ശേഷം 2021 ശേഷം സമഗ്രമായ
ഇമിഗ്രേഷൻ നിയമങ്ങളിലെ മാറ്റങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ പല ഘട്ടങ്ങളായിട്ടാണ് ഗവൺമെന്റ് അതൊരു ഇമിഗ്രേഷൻ റൂളായിട്ട് ഇല്ലെങ്കിൽ ആദ്യം ഒരു പ്രപ്പോസലായിട്ട് ആദ്യം പ്രഖ്യാപിക്കുകയും പിന്നെ പാർലമെന്റിൽ അത് നിയമമാക്കിയെടുക്കുകയും ചെയ്തു. ഇതില് ഈ കഴിഞ്ഞ നവംബർ 20 ഹോം സെക്രട്ടറി പ്രഖ്യാപിച്ച ILR അവരൊരു ടൈറ്റിലോട് കൂടിയാണ് ആളുകളിലേക്ക് എത്തിക്കുന്നത്. ILR ടു ബി ഏൺഡ് നോട്ട് ഒബ്റ്റൈൻഡ് എന്നുള്ളതാണ് ഗവൺമെന്റ് പുതുതായി പ്രഖ്യാപിച്ചത്. അങ്ങനെ ഒരു ഏൺഡ് സെറ്റിൽമെന്റ് സിസ്റ്റമാണ് ഗവൺമെന്റ് ആദ്യമായി തന്നെ നമ്മളിലേക്കൊരു പല പ്രപ്പോസലായിട്ടും ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിലൂടെ ആയിട്ടും നമ്മളിലേക്ക് പല ഇമിഗ്രേഷൻ നിയമങ്ങളും കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് ഏകദേശം 2021 ശേഷം മാറി വന്ന ഗവൺമെന്റുകളുടെ സമ്മർദ്ദമാവാം, നമ്മൾ പൊളിറ്റിക്കൽ ഗിമിക്സ് ഒക്കെ എന്നൊക്കെ പറയും, ഇല്ലെങ്കിൽ പല സിസ്റ്റങ്ങളിലും ഒരുപാട് മിസ്യൂസ് ചെയ്യപ്പെട്ടു. ഇല്ലെങ്കിൽ നമുക്ക് പറയാം ഗവൺമെന്റ് ഒരു സിസ്റ്റം മിസ്യൂസ് ചെയ്യാനും കൂടെ വേണ്ടി കുറച്ച് ലിബറൽ ആക്കി കൊടുത്തു. അതും കൂടുതൽ ഈ രാജ്യത്തോട്ട് വന്ന ഇമിഗ്രൻസിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്രിമിനൽ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിലും, ഇല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എമിഗ്രേഷനിലെ ഒരുപാട് മിസ്യൂസ് മാനിപ്പുലേഷൻ ചെയ്യപ്പെടുക, എല്ലാ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിയാലും എമിഗ്രൻസിന് അതിലൊരു കൃത്യമായ പങ്കുണ്ട്. പക്ഷേ അതിൽ ചില മാറ്റങ്ങളെല്ലാം ഇന്നത്തെ ഒരു ഇമിഗ്രേഷൻ സിസ്റ്റത്തിന് വേണ്ടി നല്ലതെന്ന് നമുക്ക് ചിലത് പറയാമായിരുന്നു. പക്ഷേ ഈ ഒരു എമിഗ്രേഷൻ പ്രപ്പോസലിൽ ഏറ്റവും കൂടുതൽ ആശങ്ക ഉളവാക്കിയത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ILR 5 വർഷത്തിൽ നിന്നും 10 വർഷത്തിലേക്കും, ഇല്ലെങ്കിൽ 10 വർഷം എന്നൊരു ബേസ് ലൈൻ പ്രഖ്യാപിച്ചുകൊണ്ട് അതിൽ നിന്ന് മുകളിലോട്ടും താഴോട്ടും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രപ്പോസലാണ് ഗവൺമെന്റ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. ഇത് ഒരിക്കലും ഒരു നിയമമായി വന്നിട്ടില്ല. ഇത് ജസ്റ്റ് എ പ്രപ്പോസൽ. പിന്നെ അതുപോലെ മറ്റൊന്ന് ഗവൺമെന്റ് പേടിക്കുന്നത് ഏകദേശം 2028 കൂടി ഒരു 1.6 മില്യൺ പീപ്പിളിൽ 4,60,000 ആളുകൾ, ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് അപ്രോക്സിമേറ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബെനഫിറ്റ് റിജീമിലേക്ക് കയറും എന്നുള്ള രൂപത്തിലാണ് ഗവൺമെന്റ് ഇതിനെ ഭയപ്പെട്ട് കാണുന്നതും. അപ്പോൾ ഏത് കാരണം കൊണ്ട് എന്ന് നമുക്കറിയില്ല. ഇത് വ്യക്തമായി അവരൊരു പ്രപ്പോസൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ പ്രപ്പോസൽ നമ്മൾ ഏറെക്കുറെ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 2 സ്റ്റേജ് ആയിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം. ഒന്ന്, ഈ ഒരു നിയമമാകുന്നതിന്റെ മുന്നേ ഉള്ള സ്റ്റേജ്. ആ സമയത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യണം, പിന്നെ ഇതൊരു നിയമമായി വരികയാണ് എന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്നുള്ളതൊക്കെ നമുക്ക് ഒരു ധാരണയാക്കി വെക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം നമ്മൾ ഏതൊരു നിയമം ഇപ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലായിട്ട് വന്ന ഏതൊരു നിയമങ്ങളും നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറെ അധികം എക്സെപ്ഷനുകൾ കൂടെ നമുക്ക് കിട്ടിയിരുന്നു. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കെയർ വർക്കേഴ്സിന്റെ ഡിപ്പെൻഡന്റിനെ ഒഴിവാക്കിയ സമയത്ത് അതിൽ നമുക്ക് കുറെ ആളുകൾക്ക്, ഇപ്പോ ഡിപ്പെൻഡന്റ് ആയിട്ട് അപ്ലൈ ചെയ്ത കുറെ ആളുകൾക്ക് വിസ റിഫ്യൂസ് ചെയ്യപ്പെടുകയും ഒരു ഫാമിലി ആയിട്ട് ഈ മീറ്റിങ്ങിന്റെ പാസ്വേഡ് കറക്റ്റ് അല്ല എന്നുള്ള കുറെ മെസ്സേജുകൾ വരുന്നുണ്ട്. നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും നിങ്ങൾ ഗ്രൂപ്പിൽ. എനിക്ക് തോന്നുന്നു ആദ്യത്തെ അക്ഷരം S ക്യാപിറ്റൽ ആക്കിയിട്ടുകൊണ്ടാണ് തോന്നുന്നുണ്ട് കുറെ ആൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. എനിവേ, നമ്മൾ ടോപ്പിക്കിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡിപ്പെൻഡന്റിനെ അലോ ചെയ്തുകൊണ്ട് ഉള്ള, ഡിപ്പെൻഡന്റിനെ അലോ ചെയ്യില്ല എന്നുള്ള നിയമം വന്നപ്പോൾ പോലും നമുക്ക് ഫാമിലി ആയിട്ട് അപ്ലൈ ചെയ്ത കുറെ പേർക്ക് ഡിപ്പെൻഡന്റ് അലോ ചെയ്തുകൊണ്ടുള്ള ഇത് വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് ഏതൊരു എമിഗ്രേഷൻ റൂൾ വന്നു കഴിഞ്ഞാലും അതിന് ഒരു എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസസ് ഇല്ലെങ്കിൽ ഒരു ഡിസ്ക്രിഷണറി പവർ കൂടെ ഹോം ഓഫീസിനുണ്ട്. അപ്പോൾ ആ ഒരു ഡിസ്ക്രിഷണറി പവർ ഹോം ഓഫീസ് എത്രത്തോളം പ്രൊപ്പോർഷണലി എക്സസൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം
സ്വാഭാവികമായിട്ടും ഒരു ലോജിക് അനുസരിച്ച് ഇവിടെ ഒരു ആ, ഒരു കുട്ടി ജനിക്കുകയും ഓൾറെഡി ഈ റൂട്ടിലുള്ള ആൾക്ക് ഒരു കെയർ വർക്കർ വിസ ലഭിക്കുകയും ഇവിടെ ഒരു കുട്ടി ജനിക്കുകയും ഭർത്താവ് ആ റൂട്ടിൽ അല്ലെങ്കിൽ കൂടെ ഈ കുട്ടിയുടെ ഒരു ഇന്റഗ്രേഷന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിന്റെ ഭാഗമായിട്ട് ഈ കുട്ടിയുടെ ഒരു ഹ്യൂമൻ റൈറ്റ്സിന്റെ ഭാഗമായിട്ട് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ആ കുട്ടിക്ക് അവരുടെ പാരൻസിന്റെ കൂടെ ജീവിക്കുക എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ അങ്ങനെ ഒരു നിയമം നിലനിൽക്കെ തന്നെ ഹോം ഓഫീസ് അതിന്റെ ഒരു എന്താ പറയാ ഒരു ഡിസ്ക്രിഷണറി പവർ ഉപയോഗിച്ചുകൊണ്ട് അത്തരം ഒരുപാട് വിസകൾ അനുവദിച്ച് നമ്മളെ പേഴ്സണൽ ആയിട്ടുള്ള ഒത്തിരി അപ്ലിക്കേഷൻസും ഇതൊക്കെ നമുക്ക് സക്സസ് ആയി വന്നിട്ടുണ്ട്. ആ ഒരു വിട്ടുവീഴ്ച ഈ വരുന്ന പ്രപ്പോസലിൽ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ നമ്മൾ ഇത് വരേണ്ടിയിരിക്കുന്നു. കാരണം പല കാര്യങ്ങളിലും ഇപ്പോൾ ഹോം ഓഫീസ് നമുക്ക് കൃത്യമായി പറയാം ദർ ഈസ് നോ എക്സ്പ്ലിസിറ്റ് എക്സംഷൻ. പല ഏരിയകളിലും അതിൽ അങ്ങനെ ഒരു എക്സംഷൻ എക്സ്പ്ലിസിറ്റ് ആയിട്ട് അവർ എഴുതിയിട്ടില്ല ഈ പ്രപ്പോസലിൽ. ഒരു തരത്തിൽ പറഞ്ഞാൽ കൂടുതൽ അവ്യക്ത പലരിലും അത് ഉളവാക്കുന്നുണ്ട്, ആശങ്ക ഉളവാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു നിയമമായി വരികയാണ് എന്നുണ്ടെങ്കിൽ ഇവര് ഈ ഒരു റൂട്ടിനെ ഇപ്പോൾ നിലവിലെ 5 ഇയർ റൂട്ട് ഇല്ലെങ്കിൽ ഏറ്റവും ഫാസ്റ്റ് ട്രാക്ക് ആയിട്ട് നമുക്ക് ILR ലഭിക്കുക എന്നുള്ളത് അവർ 3 ഇയേഴ്സ് റൂട്ടിനെയാണ്. അതിൽ ചില കാറ്റഗറി ആദ്യമായി ഉള്ളത് തന്നെയാണ്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലോബൽ ടാലന്റ് വിസ, അതുപോലെ ഇന്നോവേറ്റർ ഫൗണ്ടർ വിസ ഇപ്പോഴും ഫാസ്റ്റസ്റ്റ് റൂട്ടായിട്ട് തന്നെയാണ് എമിഗ്രേഷൻ റൂട്ടിൽ നിൽക്കുന്നത്. അപ്പോൾ ഇതിനെ ഘട്ടം തിരിച്ചിട്ടുള്ളത് ഫാസ്റ്റസ്റ്റ് റൂട്ട്, അതുപോലെ ഒരു സ്റ്റാൻഡേർഡ് റൂട്ടായിട്ട് 5 വർഷം, ഇല്ലെങ്കിൽ ദ ലോങ് പാത്ത് റൂട്ട്. അപ്പോൾ ബേസ് ലൈൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് 10 വർഷമാണ്. ആ 10 വർഷത്തിൽ നിന്നും ഒരാൾക്ക് വേണമെങ്കിൽ ഏത് റൂട്ടിലൂടെ പോയാൽ ഇതിനെ 7 വർഷം ചുരുക്കിക്കൊണ്ട് 3 വർഷം കൊണ്ട് ILR ലഭിക്കുക എന്നുള്ളതും, അതേ 10 വർഷത്തിൽ നിന്നും 5 വർഷം റൂട്ടിൽ ഒരാൾക്ക് ILR ലഭിക്കുക എന്നുള്ളതും, പിന്നെ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഒരാൾ 10 വർഷം എന്നുള്ള ബേസ് ലൈനിൽ നിന്ന് പോലും 20 വർഷം 30 വർഷം എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് പോവുക എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് തന്നെ ഈ പ്രപ്പോസൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പലരിലും ആശങ്ക ഉളവാക്കുന്നത് അത് 5 വർഷത്തിൽ നിന്നും 10 വർഷമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു, നിയമമായി കഴിഞ്ഞു എന്നുള്ളതാണ് പല ആളുകളും ധാരണയിൽ വെച്ചിട്ടുള്ളത്. അത് ശരിയല്ല. ഇപ്പോൾ 5 വർഷത്തിന്റെ ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് റൂട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഹൈ ഏണർ ആയിട്ടുള്ള ഒരാൾ ഇപ്പൊ ഒരു വർഷത്തിൽ ഒരു 1,40,000 പെർ ആനും ഏണിങ്, അതുപോലെ അതിന്റെ പ്രൊപ്പോർഷനായിട്ട് ടാക്സും കൊടുക്കുന്ന ഒരാൾക്ക് 3 വർഷത്തിൽ ILR കൊടുക്കാമെന്നുള്ളതാണ് ഈ പ്രപ്പോസലിലെ ഫാസ്റ്റ് ട്രാക്ക് ആയിട്ടുള്ള പ്രപ്പോസലിലെ ആദ്യത്തെ പ്രസ്താവന. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ 5 വർഷത്തിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ പറയുന്നത് NHS ഡോക്ടേഴ്സ്, നഴ്സസ്, അതുപോലെ സ്പൗസ് ഓഫ് അത് ഓൾറെഡി ബ്രിട്ടീഷ് സിറ്റിസൺ, പിന്നെ സ്കിൽഡ് വർക്കർ റൂട്ടിൽ പോവുകയാണ് എന്നുണ്ടെങ്കിൽ സാലറി ത്രഷോൾഡ് അവർ വെച്ചിട്ടുള്ളത് 50,000, എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ 50,270 എന്നുള്ളതാണ്. ലെബന ജോക്കിൽ ഞാൻ റോങ് ആണെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്യണം. പിന്നെ എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് വെച്ചിട്ടുള്ളത്. അതിൽ തന്നെ നമുക്ക് അവർക്ക് ഇപ്പോൾ 10 വർഷം ബേസ് ലൈൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു നാഷണൽ ഇൻഷുറൻസ് കോൺട്രിബ്യൂഷൻ, അതുപോലെ നമുക്ക് വോളണ്ടിയറിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റികൾ തന്നിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു റൂട്ടിൽ നമുക്ക് തന്നെ തീരുമാനിക്കാം നമുക്ക് ഈ പ്രപ്പോസൽ പ്രകാരം എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഒരു ടെന്യൂർ ഓഫ് ഗെറ്റിംഗ് ILR ക്യാൻ ബി റെഡ്യൂസ്ഡ്. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വറീഡ് ആയിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ ലോ പെയ്ഡ് എമിഗ്രൻസ് ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഈ ഒരു 15,000 മുകളിലുള്ള ത്രഷോൾഡ് എന്നൊക്കെ വളരെ കുറഞ്ഞ ആളുകളെ ആ ഒരു കാറ്റഗറിയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവുള്ളൂ. ഏറ്റവും കൂടുതൽ ഈ കൺട്രിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെല്ലാം ഈ ഒരു ലോ പെയ്ഡ് എമിഗ്രൻസ് കാറ്റഗറിയിലാണ് വരിക. ഇപ്പം കെയർ വർക്കേഴ്സിനെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെല്ലാം ലോ പെയ്ഡ് കാറ്റഗറിയിലാണ്.
അവരുടേത് ഡയറക്റ്റ് ആയിട്ട് 15 ഇയേഴ്സിലേക്ക് പോകും എന്നുള്ള ഒരു അസംഷനിലാണ്. പക്ഷേ ഇവിടെയും നമുക്ക് വോളണ്ടിയറിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റീസ് തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള NI കോൺട്രിബ്യൂഷൻ ഇങ്ങനെയെല്ലാം നമുക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു റൂട്ടിൽ നിന്നും നമുക്കൊരു റിഡക്ഷൻ ലഭ്യമാണ്. പിന്നീടുള്ളത് നമുക്ക് ലോങ് പാത്ത് റൂട്ടിലുള്ളത്, ഒന്ന് ഇല്ലീഗലായിട്ട് മൈഗ്രേറ്റ് ചെയ്ത ആളുകൾ, അവർക്ക് 20 ഇയേഴ്സും പിന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ എന്താ പറയാ, കംപ്ലീറ്റ്ലി ഇല്ലീഗലായി കൺട്രിയിൽ ഇല്ലീഗലായി മാറിയിട്ടുള്ളവർക്ക് 30 വർഷം എന്നുള്ള റൂട്ടിലേക്കാണ് ഈ പ്രപ്പോസൽ പോകുന്നത്. ഓക്കെ, ഇതെല്ലാം ഒരു പ്രപ്പോസലാണ്. ഈ പ്രപ്പോസലിനെ ഓവർകം ചെയ്യാൻ നമുക്ക് ഈ പ്രപ്പോസലിന്റെ ഒരു ഡെഡ് ലൈൻ എന്ന് പറയുന്നത് ഫെബ്രുവരിയിലാണ്, 2026 ഫെബ്രുവരിയിലാണ്, 12-ാം തീയതിയാണെന്ന് തോന്നുന്നു, 12/2/2026. അപ്പോ ഇതിന്റെ മുന്നേ നമുക്ക് ഏതൊരു സിസ്റ്റം വരുന്നതിന്റെ മുന്നേ പബ്ലിക്സിന് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തു എന്നുള്ള പോലെയാണ് ഈ പബ്ലിക് കൺസൾട്ടേഷൻ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോ പബ്ലിക് കൺസൾട്ടേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് ഇപ്പോൾ ഈ ഒരു പബ്ലിക് കൺസൾട്ടേഷനിൽ പലരും ഫേസ് ചെയ്യുന്ന മറ്റുള്ളൊരു പ്രോബ്ലം, ഇത് കുറച്ച് ട്രിക്കി ആയിട്ടും അതുപോലെ കുറച്ച് കോംപ്ലക്സ് ആണ്. ഇത് സാധാരണ രീതിയിൽ മനസ്സിലാവുന്ന രീതിയിലല്ല ഇത് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പബ്ലിക് കൺസൾട്ടേഷന് ഒരു ഓർഗനൈസേഷൻ എന്നുള്ള നിലക്ക് സമീക്ഷക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും. അതുപോലെ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് നമുക്ക് ആർക്കും, ഇപ്പം ഈ പബ്ലിക് കൺസൾട്ടേഷനിൽ ആർക്കും പങ്കെടുക്കാം. കമ്പനിക്ക് പങ്കെടുക്കാം, അതുപോലെ ഓൾറെഡി സെറ്റിൽഡ് ആയിട്ടുള്ളവർക്ക് പങ്കെടുക്കാം, അതുപോലെ നമുക്ക് ഇപ്പോൾ സ്കിൽഡ് വർക്കർ റൂട്ടിലുള്ളവർക്ക് പങ്കെടുക്കാം, എല്ലാവർക്കും പങ്കെടുക്കാം. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ ലെവലിൽ നിന്നുകൊണ്ട് നിങ്ങൾക്കും ഇതിൽ പബ്ലിക്സിനെ ഒത്തിരി ഹെൽപ്പ് ചെയ്യാൻ പറ്റും. കാരണം ഇത് ഇപ്പോൾ പലരും പറഞ്ഞതായിട്ട് കേൾക്കാൻ കഴിഞ്ഞു. ഒരു തവണ നമ്മൾ ഇതിനു വേണ്ടി ഒരു ഡെഡിക്കേറ്റ് ചെയ്തൊരു സമയം തന്നെ ഒരു 30 മിനിറ്റ് നമ്മൾ കണക്കാക്കണം. കാരണം ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് തീർത്തിട്ടേ നമ്മൾ വേറൊരു കാര്യത്തിലേക്ക് മുതിരാൻ കഴിയുള്ളൂ. കാരണം ഇത് പലരും പറഞ്ഞത് കേട്ടു, ഇത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് പിന്നെ അതിൽ നിന്നും അവർ പോയി കഴിഞ്ഞാൽ ഇത് സബ്മിറ്റഡ് ആയിട്ട് കാണപ്പെടുന്നു, ഇല്ലെങ്കിൽ അഗെയിൻ ലോഗിൻ ചെയ്യാൻ കഴിയുന്നില്ല, ഓൾറെഡി സബ്മിറ്റഡ് എന്നുള്ള രീതിയിലൊക്കെ കാണുന്നു എന്നുള്ളതൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ 2 രീതിയിൽ ചെയ്യാൻ പറ്റും. നമുക്കൊരു കളക്റ്റീവ് എഫേർട്ട് ആയിക്കൊണ്ട് ഒരു ഓർഗനൈസേഷൻ ലെവലിൽ ഇനീഷ്യേറ്റ് ചെയ്തുകൊണ്ട് ഈ പബ്ലിക് കൺസൾട്ടേഷനും മറ്റുള്ള സാധാരണ ഗതിയിലുള്ള ആളുകളെല്ലാം ഹെൽപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്ക് കളക്റ്റീവ് ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കാൻ പറ്റും ഇതിനെ ബേസ് ചെയ്തുകൊണ്ട്. പിന്നെ ട്രേഡ് യൂണിയൻസും ഒത്തിരി എല്ലാ മേഖലയിലും അതാത് ട്രേഡ് യൂണിയനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അവർക്കെല്ലാം ഇത് അതാത് കാറ്റഗറി, ഇപ്പോൾ കെയർ വർക്കേഴ്സിനാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ട്രേഡ് യൂണിയൻസ് ഉണ്ട്, ഒരുവിധം എല്ലാ കാറ്റഗറിയിലുമുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു ക്യാമ്പയിനിങ് രൂപിച്ചുകൊണ്ട് ഇതിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ നെക്സ്റ്റ് ഒന്ന് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒത്തിരി പാർലമെന്റിൽ ഓൾറെഡി പെറ്റീഷൻസും കാര്യങ്ങളെല്ലാം വന്ന് തുടങ്ങുന്നുണ്ട്. അപ്പോൾ പാർലമെന്റ് പെറ്റീഷൻസ് എല്ലാം സൈൻ ചെയ്യുക, പാർലമെന്റിൽ ഇതൊരു ഡിബറ്റ് ആക്കി കൊണ്ടുവരാൻ ശ്രമിക്കുക. കാരണം ഈ ഒരു പ്രപ്പോസൽ, അതായത് ഇതിന്റെ ഒരു ഡേറ്റ് പറഞ്ഞത് ടൈം ലൈൻ വെച്ചിട്ട് 12/6/2026 ശേഷം ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് പാർലമെന്റിൽ ഒരു MP ഡിബേറ്റ് ആയി കൊണ്ടുവന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വിത്തിൻ 21 days ഇതൊരു നിയമമായി മാറും. ഓക്കെ, അപ്പോൾ നമുക്ക് പാർലമെന്റിൽ ഇതൊരു ഡിബേറ്റ് ആക്കി കൊണ്ടുവരിക എന്നുള്ളത്, കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിലായിട്ട് നമ്മൾ ഒത്തിരി ഇതുപോലുള്ള ഒരുപാട് നിയമമാറ്റങ്ങളും ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ സ്ട്രോങ് ആയിട്ട് പാർലമെന്റിൽ ഇതൊരു ഡിബേറ്റ് ആക്കി വെക്കുകയും അതിലൂടെ ഒരുപാട് നിയമമാറ്റങ്ങൾ വരാതെ അത് കാരണം ഒരു ഇമിഗ്രൻസിനെ സംബന്ധിച്ച ശേഷം അദ്ദേഹം ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഈ രാജ്യത്ത് വരുന്നതും ഇവിടെ വന്ന് 5 വർഷം അവർ തള്ളി നീക്കുക എന്ന് പറയുന്നത് വലിയൊരു സമയം തന്നെയാണ്. അപ്പം അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പല പൊളിറ്റിക്കൽ പാർട്ടികളും മുന്നോട്ട് വരികയും അത്തരം അവകാശങ്ങളൊക്കെ നമുക്ക് നേടിയെടുത്തൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ നമുക്ക് ഇതിൽ മറ്റൊന്ന്, ഇപ്പൊ ഈ ഓർഗനൈസേഷനെ ബേസ് ചെയ്തുകൊണ്ട്, കൺസൾട്ടേഷനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫോർമാറ്റ്, കാരണം ഇതില് നമ്മൾ എൻഡ് സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞ് ഇതിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇതിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരുപാട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് ഈ കൺസൾട്ടേഷന്റെ ക്വസ്റ്റ്യനും കാര്യങ്ങളെല്ലാം ഇവർ ഫ്രെയിം ചെയ്തിട്ടുള്ളത്. അപ്പം അതിനെ
ഒരു സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങളൊരു ഓപ്പറേഷണൽ ടൂൾ കിറ്റ് എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ നമുക്ക് ഏതൊരു നിയമമാറ്റവും ഒരു കളക്റ്റീവ് എഫേർട്ടിന് അപ്പുറത്ത് നമുക്ക് ഇൻഡിവിജ്വലി ഒരു എഫേർട്ട് നമ്മളെ ഭാഗത്തു നിന്ന് എടുക്കാൻ പറ്റും. കാരണം ഒരുപാട് നിയമമാറ്റങ്ങൾ ഇൻഡിവിജ്വലായിട്ട് ഇവിടെ ഇപ്പൊ എല്ലാവരും പറയുന്നത് ഇത് നമുക്ക് ഇതൊരു നിയമമായാൽ കോടതിയിൽ ചലഞ്ച് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള പല കാര്യങ്ങളുമാണ്. കാരണം ഇതൊരു നിയമമാകുന്നതിന്റെ മുന്നേ നമുക്ക് എല്ലാവർക്കും തുല്യ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം. അപ്പോൾ നമ്മളിത് അങ്ങനെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് അങ്ങോട്ട് പാനിക് ആവാതെ വലിയൊരു ഒരു ചേഞ്ചസിൽ നിന്നും നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അപ്പം അതില് ഇപ്പം എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ 2011 പട്ടേൽ വേഴ്സസ് ഹോം സെക്രട്ടറി എന്നുള്ള ഒരു കേസ് ഉണ്ട്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഇപ്പം റീസെന്റ് ആയിട്ട് വിസ ആപ്ലിക്കേഷൻ എല്ലാവരും സബ്മിറ്റ് ചെയ്തവരൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനിൽ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു ഡിപ്പെൻഡന്റ് ആപ്ലിക്കേഷനിൽ സ്കിൽഡ് വർക്കർ വിസ ആപ്ലിക്കേഷൻ എടുക്കാം. അതിൽ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ചെക്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്, ഇപ്പോൾ ഒരു ഡിപ്പെൻഡന്റ് വിസയിലാണെന്നുണ്ടെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ മാരേജ് സർട്ടിഫിക്കറ്റ് മറന്നു കഴിഞ്ഞാൽ പണ്ടൊക്കെയാണ് എന്നുണ്ടെങ്കിൽ പണ്ടത്തെ സിസ്റ്റം ഓൺലൈൻ വരുന്നതിന്റെ മുന്നേ ഹോം ഓഫീസ് ഇത് ഡയറക്റ്റ് ആയിട്ട് റിഫ്യൂസ് ചെയ്യുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എവിഡൻഷ്യൽ ഫ്ലെക്സിബിലിറ്റി റൂൾ ഉണ്ട്. അത് പ്രകാരം ഹോം ഓഫീസ് ഏത് ആപ്ലിക്കേഷനിലും ആയിക്കോട്ടെ, പാർട്ട് ഓഫ് എവിഡൻഷ്യൽ ഫ്ലെക്സിബിലിറ്റി റൂൾ ഹോം ഓഫീസ് അപ്ലിക്കന്റിനെ കോണ്ടാക്ട് ചെയ്യുകയും അവർക്ക് രണ്ടാമതൊരു അവസരം കൂടെ കൊടുക്കുകയാണ് ഈ ഒരു എവിഡൻസ് സബ്മിറ്റ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ട്. അപ്പം അത് ഒരു വ്യക്തി എന്നതിൽ ഉപരി ഒരുപാട് ആളുകൾ ഇൻഡിവിജ്വൽ ആയിട്ട് കോടതിയെ അപ്രോച്ച് ചെയ്ത് വാങ്ങിയെടുത്തൊരു നിയമമാണത്, എവിഡൻഷ്യൽ ഫ്ലെക്സിബിലിറ്റി റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ വ്യക്തികളുടെ മൂവ്മെന്റിനും വളരെയധികം പ്രസക്തിയുണ്ട്, പ്രാധാന്യമുണ്ട് ഈ ഒരു കേസിൽ. പിന്നെ നമുക്ക് ഈ പ്രൊസീജിയറൽ ഫെയർനെസ് ഒക്കെ കൊണ്ടുവരാൻ എന്നുള്ളത് നമ്മുടെ ഈ കൺസൾട്ടേഷനിൽ മാക്സിമം പരമാവധി ആളുകൾ പങ്കെടുക്കുക. കാരണം ഇതൊരു പ്രസിഡന്റ് ഓഫ് ലോ വെച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഏതൊരു നിയമത്തിനും റെട്രോസ്പെക്റ്റീവ്ലി ഒരു ഓപ്പറേഷൻ കൊണ്ടുവരാൻ സാധിക്കില്ല. പക്ഷെ വെൻ ഇറ്റ്സ് കം ടു എ ലോ, നമ്മുടെ ഈ പ്രപ്പോസൽ നമുക്ക് ഒരു നിയമമാകുന്നതിന്റെ മുന്നേ പരമാവധി എന്ത് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യത്തിൽ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇത് കൊണ്ടുവരിക. കാരണം ഇപ്പോൾ ഈ പ്രപ്പോസലിൽ തന്നെ ഏകദേശം നമ്മൾ കഴിഞ്ഞ ഒരു 2008-2007 ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഹൈലി സ്കിൽഡ് മൈഗ്രന്റ് പ്രോഗ്രാം എന്നുള്ള ഒരു വിസ കാറ്റഗറി ഉണ്ടായിരുന്നു. ഒത്തിരി ആളുകൾ നാട്ടിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് അതിന് വന്നിട്ട് PR ലഭിച്ചവരുണ്ട്. ഈ സമയത്താണ് ഇവർക്ക് ഇതിനെ ചലഞ്ച് ചെയ്തുകൊണ്ടൊരു നിയമം വന്നിരുന്നു. അന്നും ഈ ഹൈലി സ്കിൽഡ് മൈഗ്രന്റ് പ്രോഗ്രാം ലഭിച്ചവർക്ക് അവർക്ക് PR-ന് എലിജിബിൾ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ഹോം സെക്രട്ടറി പാസ്സാക്കിയ ഒരു നിയമം റെട്രോസ്പെക്റ്റീവ് എഫക്റ്റോടുകൂടി കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഹൈക്കോടതി ആ വിധി അന്ന് പ്രഖ്യാപിച്ചത്. ഇതൊക്കെ ഒരു വലിയ വലിയ മൂവ്മെന്റിന്റെ ഭാഗമായിട്ടുള്ളതായിരുന്നു. അതൊക്കെ ഒരു വലിയ ഈ ഹൈലി HSMP ഫോറം എന്ന് പറയുന്ന ഒരു ഫോറം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവരായിരുന്നു കോടതിയെ അപ്രോച്ച് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതില് ആശങ്കയിൽ ഉൾപ്പെടാതെ ഇതിന് കൺസൾട്ടേഷന് വേണ്ട എല്ലാ കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്യുക. പിന്നെ ഈ റൂട്ട് വരികയാണ് എന്നുള്ളത് ഞാൻ ഓൾറെഡി നിങ്ങളോട് വന്നു കഴിഞ്ഞാൽ എന്ത് എന്നുള്ളതൊക്കെ ഏകദേശം നമ്മൾ ഒരു സ്കിം ഇൻട്രൊഡക്ഷനാണ് ഞാൻ തന്നത്. എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തും കൊളീഗുമായിട്ടുള്ള അഡ്വക്കേറ്റ് ബിനോജ് കൂടെയുണ്ട്. പുള്ളി ഇനി നിങ്ങളോട് സംസാരിക്കും. നന്ദി അഡ്വക്കേറ്റ് ജവഹർ ബാബു. അടുത്തായിട്ട് നമ്മുടെ അഡ്വക്കേറ്റ് ബിനോജ് പുഷ്പാകർ സംസാരിക്കുന്നത്. ഇപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിന് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചിലർക്കുള്ള ഡൗട്ട്, ഈ സീനിയർ കെയർ വിസയിൽ ഇപ്പോൾ ഉള്ളവർക്ക് 2028 കഴിഞ്ഞാൽ അത് എക്സ്റ്റൻഷന് പറ്റുമോ എന്നുള്ളതായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഒരു വിസയിൽ നിൽക്കുന്നതാണെങ്കിൽ അത് എക്സ്റ്റൻഷൻ പോസിബിൾ ആണ്. മനസ്സിലായോ? ചിലപ്പോൾ മിനിമം സാലറി കുറച്ചുകൂടി കൂട്ടുമായിരിക്കും. അതിൽ കൂടുതൽ അതിൽ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. അതില് ബിനോജോക്കിൽ ഒരു ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് കൂട്ടിച്ചേർക്കണേ. പിന്നെ ഇപ്പോൾ അതിൽ പലരുടെയും ക്വസ്റ്റ്യൻ വരുന്നത് 2028 ശേഷം ഇതിനൊരു എക്സ്റ്റൻഷൻ ഉണ്ടോ എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോ
അതിൽ കാര്യമായിട്ട് പറയുന്നത് ഇപ്പൊ നിലവിലുള്ള ഇവിടെ റൂട്ടിലുള്ളവർക്ക് അതിൽ തീർച്ചയായിട്ടും ഒരു എക്സ്റ്റൻഷൻ കിട്ടും. പക്ഷെ പുതുതായി ആ ഒരു റൂട്ടിൽ വിസ ഒപ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതിലുള്ള ഒരു കൺക്ലൂഷൻ. കാരണം 28-ന് ശേഷം നിങ്ങളുടെ എംപ്ലോയർ റെഡി ആവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് ILR ലഭിക്കുന്നത് വരെ എത്ര തവണയും എംപ്ലോയർ അത് എക്സ്റ്റെൻഡ് ചെയ്ത് തരും. ഈ പറഞ്ഞ പോലെ ബിനോജ് വക്കീൽ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു സാലറി, കാരണം ഇപ്പൊ റീസെന്റ് ആയിട്ട് 25,000 ആക്കിയത് ഇപ്പൊ റീസെന്റ് ആയിട്ട് ചെയ്തതാണ്. അങ്ങനെയുള്ള സാലറി ഹൈക്ക് വരാൻ, അങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതകളാണ് അതിൽ കാണുന്നത്. പുതിയ സ്റ്റുഡൻസിനും ഇപ്പൊ PSW നിൽക്കുന്ന ആൾക്കാർക്കും പുതിയതായിട്ട് കെയർ വിസയിലേക്ക് 2028-ന് ശേഷം വരാൻ പറ്റില്ല. അത് മാത്രമേ ഉള്ളൂ. എക്സ്റ്റൻഷൻ അവൈലബിൾ ആണ്. ഇനി അടുത്ത ഡൗട്ട്സ് പിന്നെ അതിൽ ചോദിച്ചിരുന്നു അതായത് നമുക്ക് ഒരു ചോദ്യം വന്നിരുന്നു, ക്യാൻ എ ഫാമിലി സ്റ്റേ വിത്ത് ഹിം ഓർ ഓൺ എ കെയർ ഓർ സീനിയർ കെയർ വിസ എന്നുള്ളത്. ഓക്കെ, അപ്പോ ഇത് ഓൾറെഡി ഞാൻ എൻ്റെ ഇൻട്രൊഡക്ഷനിലും കൂടെ മെൻഷൻ ചെയ്തിരുന്നു. ഫാമിലി സ്കിൽഡ് വർക്കറുടെ കേസിൽ ഫാമിലിക്ക് നിൽക്കാം, പക്ഷെ ഒരു കെയർ വർക്കർ ആയിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ ഈ നിയമമാറ്റത്തിന് ശേഷം ഫാമിലി ഡിപ്പെൻഡന്റിനെ അലൗഡ് അല്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഹ്യൂമൻ റൈറ്റ്സ് വെയിറ്റേജ് പ്രൊപ്പോർഷണലി എക്സൈസ് ചെയ്യുക എന്നുള്ളതിന്റെ ഭാഗമായിട്ട് പല ഫാമിലി വിസകളും, അതൊരു നിയമമല്ല ഒരിക്കലും, ഇറ്റ്സ് എ പ്യുവർ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഹോം ഓഫീസ്. കാരണം ഹോം ഓഫീസിനും ഒരു ഇതുണ്ട്, കാരണം ഇത് റിഫ്യൂസൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ട്രിബ്യൂണലിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഹ്യൂമൻ റൈറ്റ്സിനെ ബേസ് ചെയ്തുകൊണ്ട്, കാരണം ആർട്ടിക്കിൾ 8 ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് വലിയൊരു എന്താ പറയാ, വലിയൊരു വൈഡ് ഏരിയ ആണ്. കാരണം പല നിയമങ്ങളിലും പ്രസിഡന്റ് ഓഫ് ലോ എന്നുള്ളത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് റീസെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഋഷി സുനക് ഗവൺമെന്റിന്റെ സമയത്താണെന്നുണ്ട് റുവാണ്ട ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ഓക്കെ, 2023 തോന്നുന്നുണ്ട്. ഓക്കെ, ഓൾമോസ്റ്റ് 700 മില്യൺ ആണ് അതിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോ ആ ബില്ലിനെ ഹ്യൂമൻ റൈറ്റ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അത് കോടതി ഇടപെട്ട് അത് ക്യാൻസൽ ചെയ്തു. ഓക്കെ, അതുപോലെ ഓരോ ലോ സ്ട്രക്ചർ ചെയ്തെടുക്കുമ്പോഴും അത് ഹ്യൂമൻ റൈറ്റ്സിനെ എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് കോടതി കാണുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നു മറ്റുള്ള ഒരു ഇത് വന്നപ്പോഴും, ഇപ്പം എമിഗ്രേഷൻ വൈറ്റ് പേപ്പർ ആയിക്കോട്ടെ, ആ പ്രപ്പോസൽ വന്നതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് അത് നിയമമായി വന്നു. അതിൽ പലതും ഇപ്പോൾ കെയർ വർക്കേഴ്സിനെ ഡിപ്പെൻഡന്റ് അലോ ചെയ്തത്, RQF ലെവൽ 3 നിന്നും 6 ആക്കിയത്, ഇങ്ങനെയുള്ളതിനെല്ലാം വളരെ പെട്ടെന്നായിട്ടായിരുന്നു സ്ട്രക്ചർ ചെയ്തിരുന്നത്. പക്ഷെ ഇത് ഒരു കോർ ഏരിയ ആണ്. 5 ഇയർ ILR എങ്ങനെ 10 ഇയറിലേക്ക് എത്തും, 10 ഇയർ അങ്ങനെ 15 ഇയർ ടു 30 ഇയറിലേക്ക് എത്തും എന്നുള്ളത് ഒരു വലിയ കോർ ഏരിയ ആണ്, ഒരു വലിയ ലെങ്തി സബ്ജക്റ്റ് ആണത്. അപ്പൊ അത് ആളുകൾക്ക് പബ്ലിക് കൺസൾട്ടേഷൻ എന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെറിറ്റ് തന്നിട്ടുള്ള സ്ഥിതിക്ക് നമ്മൾ അതിൽ വളരെ ക്രിയാത്മകമായിട്ടുള്ള ഇടപെട്ടുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണം. ഓക്കെ, ഇതിനകത്ത് വന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ വായിക്കുകയാണ്. അതില് ഒരാൾ അയച്ചിരിക്കുന്നതാണ്, ലെസ്റ്ററിൽ നിന്നാണ്. എന്റെ ഭാര്യ 2021 ഡിസംബർ UK സീനിയർ കെയർ വിസയിൽ കെയർ ഹോമിലേക്ക് വന്നതാണ്. തുടർന്ന് 2024 ജൂലൈയിൽ അവർ സേഫ് പാത്വേ മുഖേന NMC പിൻ നേടി ഇന്ന് വരെ അതേ കെയർ ഹോമിൽ രജിസ്റ്റേർഡ് നഴ്സായി ജോലി ചെയ്യുകയാണ്. എന്നാൽ 2022 ഡിപ്പെൻഡന്റ് ആയി UK എത്തിയതാണ് അദ്ദേഹം തോന്നുന്നു. കുട്ടികൾ 2023 വന്നത്. പുതിയ ILR നിയമങ്ങൾ പ്രകാരം ഞങ്ങളുടെ സ്ഥിതിയിൽ ഭാര്യയ്ക്ക് ILR ലഭിക്കുന്നത് 2026 സീനിയർ കെയർ വിസ പീരീഡ് പ്ലസ് നേഴ്സ് പീരീഡ് കൂടി എടുത്ത് 5 വർഷമായിട്ടുണ്ടാവും ആ സമയത്ത്.
നേഴ്സായി 5 വർഷം പൂർത്തിയാക്കണമെന്ന പുതിയ നിയമം പറയുന്നതാണോ? രണ്ടാമത്തത്, അദ്ദേഹവും കുട്ടികളും ഡിപ്പെൻഡന്റ് ആയതിനാൽ എന്റെ ഭാര്യയ്ക്ക് ILR ലഭിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്കും അപേക്ഷിക്കാമോ? അല്ലെങ്കിൽ ഞങ്ങൾക്കും വ്യക്തമായി 5 വർഷം പൂർത്തിയാകേണ്ടതുണ്ടോ? അതാണ് ചോദ്യം. പിന്നെ ജോക്കിൽ ആ നിങ്ങൾ പറയുമോ അതോ? ജോർജ് പറഞ്ഞു. ഓക്കെ ഞാൻ ഇടയ്ക്ക് പറയാം. ഓക്കെ ഇപ്പോൾ പ്രാബല്യത്തിലുള്ള നിയമം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതൊരു പ്രപ്പോസൽ മാത്രമാണ്. ഓക്കെ, അപ്പോൾ എൻഡ് സെറ്റിൽമെന്റിന്റെ ഒരു പെർവ്യൂവില് ഈ വ്യക്തി വരില്ല, കാരണം ഇതൊരു നിയമമായി മാറാത്തത് കൊണ്ട്. ഓക്കെ, പിന്നെ ട്രാൻസിഷണൽ പ്രൊട്ടക്ഷനെ കുറിച്ചുള്ളത് പ്രഖ്യാപിച്ചിട്ടുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറെ ഇംപ്ലിസിറ്റ് എക്സംഷൻ ഉണ്ട് എന്നുള്ളത് ഈ പ്രപ്പോസലിൽ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അവരെ ബാധിക്കുന്നത് ഈ 5 ഇയർ റൂട്ട് മാത്രമാണ്. ഓക്കെ, നിലവിലുള്ള 5 ഇയർ റൂട്ട് മാത്രമാണ്. കാരണം മെയിൻ അപ്ലിക്കന്റ് എന്നുള്ള നിലക്ക് അവരുടെ ഭാര്യ ഈ കറണ്ട് റൂട്ടിന്റെ അണ്ടറിലാണ് വരുന്നത്. ഓക്കെ, 5 വർഷം കണക്കാക്കുന്ന റൂട്ടിലാണ് വരുന്നത്. ഓക്കെ, പിന്നെ അവർക്ക് ഈ 2 കൗണ്ടും അവരുടെ ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, കാരണം ഒരേ വിസ റൂട്ട് ആയതിനാൽ കണ്ടിന്യൂസ് ആയിട്ട് സ്കിൽഡ് വർക്കർ റൂട്ടിൽ തന്നെയാണ് അവരെ കണക്കാക്കുന്നത്. പിന്നെ ഡിപ്പെൻഡന്റിനെ കുറിച്ചുള്ളത്, അതായത് ഡിപ്പെൻഡന്റ് എന്ത് റൂൾ എന്നുള്ളത്, അതും ഇപ്പോഴത്തെ പ്രപ്പോസൽ പ്രകാരം ഡിപ്പെൻഡന്റ് ഏത് റൂൾ വരും എന്നുള്ളത് ഇത് പറഞ്ഞിട്ടില്ല ഓൾറെഡി. ഓക്കെ, കാരണം നഴ്സ് ആൻഡ് ഡോക്ടേഴ്സ് എന്നുള്ളത് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അതൊരു ഗ്രേ വെയ്ഗ് ഏരിയ ആണ്. കുട്ടികൾക്ക് എന്ത് വരും എന്നുള്ളത് പ്രഖ്യാപിക്കാത്തത് കൊണ്ട് അവരും ഈ മെയിൻ അപ്ലിക്കന്റിന് ശേഷം ILR കിട്ടിയതിന് ശേഷം ഇവർ 5 വർഷം ഇവിടെ പൂർത്തിയാക്കുകയും അതോടെ ഇപ്പൊ നിലവിലെ റൂൾ പോലെ തന്നെ ഇവർക്കും ILR ലഭിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതില് കുട്ടികള് 2028 അതുപോലെ കറന്റ് ലോ പ്രകാരം 2028 അവർക്ക് ILR ലഭിക്കും. പക്ഷേ ഈ നിയമമാറ്റം വരുമ്പോഴാണ്, ഈ കൺസൾട്ടേഷൻ മാറിയിട്ട് ഇതൊരു നിയമമായി മാറുമ്പോഴാണ് നമുക്ക് ഇത് എന്ത് എന്നുള്ളത് പറയാൻ കഴിയുക. കാരണം ഇപ്പോൾ നിലവില് ഇവരെ ബാധിക്കുന്നത് ഇപ്പോഴത്തെ ഇമിഗ്രേഷൻ റൂളാണ്. അടുത്തതായിട്ട് സുനിദാസ് സെൽസൺ ഷൂസ്ബെറി. Nurses are eligible to get an ILR after 5 years as per new rule. What about their dependents, especially the kids? Our main purpose of migration is kids education. If kids won't have ILR, how are they going to get Bangalore? ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് ക്വസ്റ്റൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യും. ക്വസ്റ്റൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? Nurses are eligible to get ILR after 5 years as per new rule. What about their dependents, especially the kids? Our main purpose of migration is kids education. If kids won't get ILR, how are they going to get Bangalore? ഓക്കെ, ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഇത്രയും നിയമങ്ങൾ നമ്മൾ ഇംപ്ലിമെന്റ് ആയിട്ടില്ല. ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് നോക്കുമ്പോൾ 5 വർഷം കഴിഞ്ഞാൽ അവർക്ക് PR കിട്ടും. അതുപോലെ തന്നെ അവരുടെ ഡിപ്പെൻഡൻസിനും PR-ന് എലിജിബിൾ ആണ്. പിന്നെ ഈ നിയമം പ്രാബല്യത്തിൽ വന്നാലേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ ഇതിൽ കൂടുതലായിട്ട്. മനസ്സിലായോ? അതാണ് കാര്യങ്ങൾ. ജോറിന് എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യാണ്ട്? അതെ, ഇപ്പോഴത്തെ പ്രപ്പോസലില് ഇവര് ഇപ്പൊ നമ്മൾ ഈ കൺസൾട്ടേഷൻ ഫില്ല് ചെയ്യുമ്പോൾ പോലും നമുക്ക് കാണാൻ കഴിയുന്നത് കിഡ്സ് ആൻഡ് ഡിപ്പെൻഡന്റ് ദേ ഹാവ് ടു ഏൺ ദെയർ ഓൺ എന്നുള്ള രൂപത്തിലാണ് ഇവർ അപ്പോൾ ഇതൊന്ന് മറുപടി പറഞ്ഞതിന് ശേഷം അൺമ്യൂട്ട് ചെയ്യാമേ. ഒരു മിനിറ്റ്. അപ്പോൾ പിന്നെ പക്ഷെ അത് എങ്ങനെ എന്നുള്ളത് വ്യക്തമാക്കിയില്ല. അപ്പൊ ഇവരുടെ ഒരു കൺസേൺ എനിക്ക് തോന്നുന്നു, ഇപ്പോൾ ഈ റൂട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരികയാണ് എന്നുണ്ടെങ്കിൽ
ഇവർ 18 വയസ്സ് കഴിഞ്ഞാൽ ഈ കുട്ടി അഡൽട്ടായിട്ട് കാണും എന്നുള്ള രൂപത്തിലാണ് എന്ന് തോന്നുന്നുണ്ട്. പിന്നെ അഡൽട്ടായി കഴിയുമ്പോഴേക്കും ഇവർക്ക് ഇതിന് കറസ്പോണ്ടൻസ് ആയിട്ട് വരുന്ന യൂണിവേഴ്സിറ്റി ഫീസുകളും അതുപോലെ മറ്റുള്ള ഈ പാരൻസിന്റെ ഡിപ്പെൻഡൻസിയിൽ നിന്നും മാറുക എന്നുള്ള ഒരു കൺസേൺ ആണ് തോന്നുന്നുണ്ട് ഈ ക്വസ്റ്റ്യൻ റൈസ് ചെയ്തതിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം നിലവില് ഇപ്പോൾ ഡിപ്പെൻഡന്റിനും അതുപോലെ ചൈൽഡ് ഡിപ്പെൻഡന്റിനും അപ്പൊ അതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ ഈ കൺസൾട്ടേഷനിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്, അവർക്ക് അവരുടേതായ ഒരു റൂട്ട്. ഇപ്പം നിലവിലെ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ അപ്ലിക്കന്റിന് ILR ആയിക്കഴിഞ്ഞാൽ അവരുടെ അതേ ഡിപ്പെൻഡൻസിയിലാണ് ഫൈനാൻഷ്യൽ ഇതെല്ലാം ഫുൾഫിൽ ചെയ്തുകൊണ്ട് അവരുടെ അതേ ഡിപ്പെൻഡൻസിയിലാണ് ചൈൽഡിനും അതുപോലെ നമ്മുടെ ഫാമിലി എല്ലാവർക്കും ആ ഒരു ഡിപ്പെൻഡൻസിയിലാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കൺസൾട്ടേഷനിലെ ഒരു പ്രപ്പോസൽ എന്ന് പറയുന്നത് ശരിക്കും അവർ കൊടുത്തിട്ടുള്ളത് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു റൂട്ട് വേണം എന്നുള്ള രൂപത്തിലാണ്. അപ്പം അതിനെല്ലാവരും ആൻസർ ചെയ്യുമ്പോൾ ഒരിക്കലും അല്ല, നോട്ട് എഗ്രീയിങ് എന്നുള്ളത് തന്നെയാണ് കൊടുക്കേണ്ടത്. കാരണം ഇവിടുത്തെ മെയിൻ അപ്ലിക്കന്റിന് എങ്ങനെ ILR ലഭിച്ചോ അതേ രൂപത്തിൽ തന്നെ ഡിപ്പെൻഡന്റും ചൈൽഡ് ഡിപ്പെൻഡന്റും ഒക്കെ കിട്ടേണ്ടതുള്ളൂ. പിന്നീട് ഇത് 15-20 വർഷം ഇപ്പൊ 10 ഇയർ റൂട്ടിലേക്ക് പോവാന്ന് അവർ ഭയപ്പെടുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോഴും പറയാനുള്ളത് ഇതൊരു ബേസ് ലൈനാണ്. ഈ ബേസ് ലൈനിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ പ്രപ്പോസൽ പറഞ്ഞ പ്രകാരം കോൺട്രിബ്യൂഷൻസും അതുപോലെ വോളണ്ടിയറിങ്ങും ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഇയറിൽ നമുക്ക് എന്തായാലും റിഡക്ഷൻ ഉണ്ട് ആസ് പെർ ദ പ്രപ്പോസൽ. ഇതൊരു നിയമം ഇതുവരെ ആയിട്ടില്ലല്ലോ, ആസ് പെർ ദ പ്രപ്പോസൽ. ഓക്കെ, പിന്നെ ഇപ്പോൾ ഈ കുട്ടി ഇവരുടെ നെക്സ്റ്റ് വിസ റിന്യൂവലിന്റെ തൊട്ട് മുന്നേ, ഇപ്പോൾ എക്സാമ്പിൾ ഒരു 17 വയസ്സ് അല്ലെങ്കിൽ ഒരു 16 വയസ്സെന്നൊക്കെ ആകുമ്പോൾ, അല്ലെങ്കിൽ 17 വയസ്സിലാണ് നെക്സ്റ്റ് വിസ റിന്യൂവൽ വരുന്നത് എന്നുണ്ടെങ്കിൽ നിലവിലെ റൂൾ പ്രകാരം നമുക്ക് ഇപ്പോൾ ശരിക്കും പറയുന്നത് നിയമം പറയുന്നത് എന്താ വെച്ചാൽ എ ചൈൽഡ് ഷുഡ് ബി എ ചൈൽഡ്. ഇപ്പം 23 ഇപ്പൊ അവരുടെ ഒരു പ്രകാരം എന്നുണ്ടെങ്കിൽ 2017 അങ്ങോട്ട് 23 വയസ്സ് കുട്ടിക്ക് ആവുന്നത് വരെ ആയിരിക്കും കണക്കാക്കുക ILR-ലോട്ട്. അപ്പോൾ നമ്മുടെ ഡിപ്പെൻഡന്റ് ആയി തന്നെ അപ്ലൈ ചെയ്യുക കുട്ടിക്ക്. റിന്യൂ ചെയ്യുന്ന സമയത്ത് ഹോം ഓഫീസ് തീർച്ചയായിട്ടും അവർക്ക് ആ വിസ പുതുക്കി കൊടുക്കുന്നതാണ്. പിന്നെ ഉള്ളത് ഈ എഡ്യൂക്കേഷന്റെ, അതായത് ഇപ്പൊ ഈ ലോണ് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ അവർക്ക് എങ്ങനെ ലഭിക്കും എന്നുള്ളത് ഇപ്പോൾ അതൊന്നും എഴുതപ്പെട്ടിട്ടില്ല, എങ്ങനെ ലഭിക്കും എന്നുള്ളതൊന്നും. ഇത് ജസ്റ്റ് പ്രപ്പോസലിൽ അതെല്ലാം എക്സംപ്റ്റഡ് ആണ്. അങ്ങനെ ഒരു ക്ലാരിറ്റി ഒന്നും ഈ പ്രപ്പോസലിൽ അതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. താങ്ക് യു. ഇതിനകത്ത് ഒരാളൊന്ന് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, അത് ജോബി. ശ്രീകാന്ത് സാറെ അൺമ്യൂട്ട് ചെയ്യാൻ, ശ്രീകാന്ത് അൺമ്യൂട്ട് ചെയ്യാൻ. ഓക്കെ, ചോദിച്ചോ. ഹലോ, നമസ്കാരം. എനിക്ക് ഒരു കാര്യം അറിയാം. നമ്മുടെ ഈ രണ്ട് സ്റ്റുഡൻറ് പിള്ളേരുണ്ടായിരുന്നേ, ഹസ്ബൻഡും വൈഫും ആയിരുന്നു. അവര് ഇപ്പം UK-യിലുണ്ട്. അവളായിരുന്നു ആദ്യം സ്റ്റുഡൻറ് വിസ വന്നത്, അവൻ അതിന് ഡിപ്പെൻഡ് ആയിരുന്നു. അവളുടെ കാലാവധി കഴിഞ്ഞപ്പോൾ അവൾക്ക് വർക്ക് പെർമിറ്റ് കിട്ടിയില്ല സംഗതി. അവന് അന്നേരം വർക്ക് പെർമിറ്റ് കിട്ടി. ഇപ്പം അവൻ്റെ വർക്ക് പെർമിറ്റിൻ്റെ കീഴാണ് അവൾ. അതിനിടയ്ക്ക് അവൾക്ക് ഒരു കല്യാണം, ഒരു കുഞ്ഞ് ജനിച്ചു. അത് നാട്ടിലാണ്. അവർ പലരോടും അന്വേഷിച്ചപ്പോൾ സംഗതി ആ കുഞ്ഞ് ഒരിക്കലും വിസ അടിക്കൂല എന്നാണ് പറയുന്നത് പുതിയ നിയമപ്രകാരം, നാട്ടിൽ ജനിച്ചതിൻ്റെ പേരിൽ. അതുകൊണ്ട് അവൾ സംഗതി ഈ ജനുവരി 11 തിരിച്ചു പോവുകയാണ് സംഗതി. കാരണം ഭർത്താവ് ഇവിടെ ആയിട്ട് ഭാര്യ കുഞ്ഞിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോവുകയാണ്. അവർ പലരോടും അന്വേഷിച്ചപ്പം കുഞ്ഞ് നാട്ടിൽ ജനിച്ചതിൻ്റെ പേരിൽ ഒരിക്കലും കുഞ്ഞിന് ഫാമിലി ഡിപ്പെൻഡ് വിസ കിട്ടൂലെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ, കുഞ്ഞിന് വിസ അടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ പുതിയ നിയമപ്രകാരം? ഇല്ല, 2023 ശേഷം കെയർ അസിസ്റ്റന്റും കെയർ വിസയിലുള്ള ആൾക്കാർക്ക് ഡിപ്പെൻഡൻസ് അലൗഡ് അല്ല. പിന്നെ രണ്ടുപേരും ഇവിടെ ഉണ്ട്, ഹസ്ബൻഡും വൈഫും ഇവിടെ ഉണ്ട്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരെ ഡിപ്പെൻഡൻസിന് അലൗഡ് അല്ല എന്നുള്ളത് ലീഗലായിട്ടുള്ള ഒരു കാര്യമാണ്, നിയമപ്രകാരമുള്ള കാര്യമാണ്. കാരണം നമ്മൾ ഇതിന്റെ വെബ്സൈറ്റിൽ നോക്കുമ്പോൾ തന്നെ ഡിപ്പെൻഡൻസ് നോട്ട് അലൗഡ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്, മനസ്സിലായോ? പിന്നെ നമുക്ക് ചില ആൾക്കാർക്ക് ഇവിടെ ജനിച്ച കുട്ടികൾക്ക് കിട്ടുന്നത് ഹ്യൂമൻ റൈറ്റ്സിന്റെ ബേസിസിലാണ്. കാരണം ഹസ്ബൻഡും വൈഫും ഇവിടെ ഉണ്ടെങ്കിൽ കുട്ടി ഇവിടെ ജനിച്ചതാണ്, കുട്ടീനെ പിന്നെ നാട്ടിലേക്ക് അയക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വിസ അടിച്ചു കൊണ്ടുവരുന്ന പറയുന്നത് പ്രായോഗികമായ കാര്യമല്ല, ചാൻസ് ഭയങ്കര കുറവാണത്.
പിന്നെ ഓരോ കേസ് വർക്കേഴ്സിന്റെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിരിക്കും കാര്യങ്ങൾ. അതാണ്. അപ്പൊ അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണത്. പിന്നെ ഓക്കെ അവർക്ക് 10 കൊല്ലം 5 കൊല്ലം നിന്നിട്ട് PR അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ഡിപ്പെൻഡന്റ് ആയിട്ട് ILRന്റെ ഡിപ്പെൻഡന്റ് ആയിട്ട് കൊണ്ടുവരാം. ഓക്കെ താങ്ക് യു. ശരി. അടുത്തൊരു ക്വസ്റ്റ്യൻ വായിച്ചോട്ടെ എന്നാ. ഉം. കൃഷ്ണകുമാർ ഷെഫീൽഡ്. Is this new ILR rule applicable for the dependent spouse or child who came to UK before 2021? ഓക്കെ, ഇതിന് മുമ്പ് കൊടുത്തിട്ടുണ്ട് തോന്നുന്നില്ലേ അവര് 2020 I came here as a student, അതാണോ? അതല്ല. Is the new ILR rule applicable for the dependent spouse or child who came to UK before 2021? അത് അഗെയിൻ ബിനോജ് വക്കീൽ, നമ്മള് ഇവരെല്ലാവരും ഇതൊരു റൂളായി എന്നുള്ളൊരു പെർസ്പെക്റ്റീവിലാണ് ഇത് പറയുന്നത്. ഓക്കെ, അപ്പം ഇതൊരു കൺസൾട്ടേഷൻ മാത്രമാണല്ലോ, ഇതൊരു റൂളേ ആയിട്ടില്ല. ഇനി ഇതൊരു റൂൾ ആവുകയാണെങ്കിൽ ഇത് അവരെ എഫക്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. പക്ഷേ അതിപ്പോൾ പറയാനും പറ്റില്ല. കാരണം ഇതിൽ ട്രാൻസിഷണൽ അറേഞ്ച്മെന്റ് എന്ത് അത് എന്നുള്ളത് വെയ്ഗാണ്, ഗ്രേ ഏരിയയിലാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ട്രാൻസിഷൻ പ്രൊട്ടക്ഷൻ എങ്ങനെ കിട്ടും എന്നുള്ളത്. ഓക്കെ, അത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇല്ലെങ്കിൽ കറന്റ്ലി എന്താണോ ഇപ്പോഴത്തെ റൂള് അതിന്റെ അണ്ടറിൽ തന്നെ അവർ വരുള്ളൂ. ഇതേ സിമിലർ ക്വസ്റ്റ്യൻ ആണ് തോന്നുന്നുണ്ട് ഒരു കുറച്ചു നേരം മുന്നേ നമ്മൾ റിപ്ലൈ ചെയ്തത്, ഒരു ഫാമിലിക്ക് മൊത്തമുള്ള രൂപത്തില്. അതിനോട് തന്നെ ചേർന്നിരിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് ഡോണി ചാക്കോ കെട്ടറിങ്ങിന് ചോദിച്ചിട്ടുണ്ട്. How about getting PR for dependent of a nurse? How long will it take and what will be the criteria in 5 years or long? ഇത് ഏകദേശം ഇതിനോട് തന്നെ ചേർന്ന് വ്യക്തത വരാത്തൊരു ഇതാണല്ലോ അതെ അല്ലെ? അതെ അതെ അതെ. കാരണം പറഞ്ഞ പോലെ വ്യക്തത വരാത്തൊരു സംഭവമാണത്. ഈ പ്രപ്പോസലിൽ പറയുന്നത് വിനിയോഗത്തിൽ പറഞ്ഞോളൂ. ജോറ് പറഞ്ഞോ, കുഴപ്പമില്ല. ഈ പ്രപ്പോസലിൽ പറയുന്നത് ഈ നഴ്സുമാർക്ക് 5 ഇയർ കൊണ്ട് കിട്ടും എന്നുള്ള ഒരു ഓപ്ഷൻ അതിൽ പറയുന്നുണ്ട്. പക്ഷെ അത് ഡിപ്പെൻഡന്റ് എങ്ങനെ കിട്ടും എന്നുള്ളത് അവർ അതിൽ ആ പ്രപ്പോസലിൽ പറയുന്നില്ല. പക്ഷെ അപ്പോൾ മെയിൻ അപ്ലിക്കന്റിന് എന്ത് റൂട്ടാണോ ആ റൂട്ടിൽ ആവാനേ ചാൻസ് ഉള്ളൂ. പക്ഷെ ഒരുപാട് കോൺട്രഡിക്ടറി കൺഫ്യൂഷൻ സ്റ്റേറ്റ്മെന്റ് നമ്മുടെ ഈ കൺസൾട്ടേഷൻ ഡ്രാഫ്റ്റ് ഇതിലുണ്ട്. കാരണം ഇപ്പൊ ഇങ്ങനെ തന്നെ പറയുന്നു, അതായത് ഇപ്പൊ നമുക്ക് നഴ്സിന് ഇപ്പം 5 വർഷം കൊണ്ട് കിട്ടുക എന്ന് പറയുന്നതോടൊപ്പം തന്നെ അവരുടെ ഡിപ്പെൻഡൻസിന് എങ്ങനെ കിട്ടുന്നു എന്നുള്ളത് അതിൽ പറയുന്നില്ല. പക്ഷെ അതിൽ തന്നെ അവർ വേറൊരു ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നുണ്ട്, ഈ ഡിപ്പെൻഡന്റിനും അതുപോലെ ഈ ചൈൽഡിനും ഇവരുടെ അതേ റൂട്ടിൽ കൊടുക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ. അപ്പൊ അവിടെയാണ് നമ്മൾ നോട്ട് എഗ്രീം എന്നുള്ള രൂപത്തിൽ കൊടുക്കേണ്ടത്. കാരണം മെയിൻ അപ്ലിക്കന്റിന്റെ അതേ റൂട്ടിൽ തന്നെയാണ് ഇത്രയും കാലം ഡിപ്പെൻഡന്റ് അപ്ലിക്കൻസും പോയിട്ടുള്ളത്. അപ്പൊ അവർക്ക് അങ്ങനെ തന്നെ നിലവിലെ ഇത് പ്രകാരം അങ്ങനെ തന്നെ ലഭിക്കും എന്നുള്ളതാണ്. ഭാഗ്യ മാഞ്ചസ്റ്റർ മോഡേൺ സാലറി വിക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. Conclusive ground decision. Currently on skilled worker visa with new employer gets any exemption in new proposal. If they implement the new rule, any chance of getting favorable judgment from court. I also got positive judgment from employment tribunal, but previous employer didn't make the court judgment. That's now under HCE. മോഡേൺ സ്ലേവറിന്റെ ആണ് അല്ലെ? മോഡേൺ സ്ലേവറിയുടെ ഇപ്പോൾ എക്സാമ്പിൾ ഏതൊരു ഡൊമസ്റ്റിക് വയലൻസ് ആയിക്കോട്ടെ, മോഡേൺ സ്ലേവറി ആയിക്കോട്ടെ, ഏതാണ് എന്നുണ്ടെങ്കിലും ഇപ്പോൾ ബിനോജ് വക്കീലിന് അത് പറയണോ? ഇല്ല, പറഞ്ഞു. ഓക്കെ, ഇപ്പോഴത്തെ കറണ്ട് ലോ എന്നുള്ള രൂപത്തിലെ ഇവർക്ക് ഒരു റെമഡി കിട്ടുള്ളൂ. കാരണം ഒന്ന്, ഇപ്പോൾ ഒരു കൺക്ലൂസീവ് ഗ്രൗണ്ടിൽ അവർക്ക് ഒരു ഡിസിഷൻ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നാഷണൽ റെഫറൽ മെക്കാനിസം അനുസരിച്ച് ഓൾറെഡി ഹി ഹാവ് എ റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ, പിന്നെ ഡിഫറെന്റ് ഫ്രം ദ അതർ മൈഗ്രൻസ്. ഓക്കെ, അപ്പോൾ അതിലവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കിട്ടുന്ന ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് പിന്നെ ഇപ്പം എന്താ പറയാ, അവർക്ക്
DLR എന്നുള്ളൊരു പ്രൊവിഷൻ ആയിരിക്കും ചിലപ്പോൾ ഹോം ഓഫീസ് കൊടുക്കുക, അതായത് ഡിസ്ക്രിഷണറി ലീവ് ടു റിമൈൻ ആദ്യമായി കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത് പ്രകാരം അവർക്ക് ആ ഒരു ഇത് റിട്ടേൺ ചെയ്യാം. പിന്നെ അതുപോലെ കോമ്പൻസേഷൻ ചിലപ്പോൾ എലിജിബിൾ ആവാം. പിന്നെ അവർക്ക് എന്താ പറയാ, പോലീസും പ്രോസിക്യൂട്ടേഴ്സും ഒക്കെ ആയിട്ടുള്ള ഒരു അസിസ്റ്റൻസ്, ലീഗൽ എയ്ഡ് എന്നിവ ഇതെല്ലാം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ എന്തായിരുന്നു അതിലുള്ള ക്വസ്റ്റ്യൻ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അവർക്ക് അതെ, സ്കിൽഡ് വർക്കർ റൂട്ടിലാണെന്നുണ്ടെങ്കിൽ റിമൂവലിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവും. പിന്നെ അതുപോലെ ശരിക്ക് ഒരു വൾണറബിൾ ആണെന്നുള്ള ഒരു കൺസിഡറേഷൻ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് അതിലുണ്ടാവുക. ലാസ്റ്റ് ഈ പുതിയ റൂള് വരികയാണ് എന്നുണ്ടെങ്കിൽ എന്നുള്ള ക്വസ്റ്റ്യൻ്റെ അവിടെ നമുക്ക് ഈ പുതിയ പ്രപ്പോസലില് ശരിക്ക് മോഡേൺ സ്ലേവറിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവർ പ്രതിപാദിച്ചില്ല. ഒരു സ്കിം പ്രപ്പോസൽ എന്നൊക്കെ പറയാം ഇതിനെ. കാരണം ബേസിക്കലി അവർ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് ഈ ബേസ് ലൈനിൽ നിന്നും കൺട്രിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് എങ്ങനെ ILR എന്ന മെക്കാനിസം കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആയി കൊണ്ടുവരാം എന്നുള്ളതാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത് ആക്ച്വലി. അതില് ഒരു പക്ഷേ നമുക്ക് പച്ച മലയാളത്തിൽ പറയാം, നമ്മളൊക്കെ പിഴിയാന്നൊക്കെ പറയില്ല. എനിക്ക് തോന്നുന്നു ഈ ഹൈ ഏണർ എന്നുള്ള ഒരു പെർസ്പെക്റ്റീവ് അങ്ങനെ വെച്ചിട്ടുള്ളതാണ്. കാരണം സ്കിൽഡ് വർക്കർ 5 ഇയർ റൂട്ട് ആണെങ്കിൽ കൂടെ 3 ഇയർ റൂട്ട് ആണെങ്കിൽ കൂടെ ഹൈ ഏണർ എന്ന് പറയുമ്പം ഏകദേശം പെർ ആനും 140,000 വാങ്ങിക്കുന്ന ഒരാള് എത്ര ടാക്സ് ഗവൺമെന്റിന് കൊടുക്കേണ്ടി വരും? അപ്പം അതിനെ എൻകറേജ് ചെയ്തുകൊണ്ട്, കാരണം ഇപ്പൊ നമുക്കറിയാം ഒരുപാട് തൊഴിൽ മേഖലകളിൽ 12,000 പൗണ്ടിന് താഴെ സാലറി കാണിച്ചുകൊണ്ട് പാർട്ട് ടൈം ആയിട്ട് ആളുകളെ വെച്ച് ചെയ്യുന്ന കുറെ ആളുകളുണ്ട്, എംപ്ലോയേഴ്സ് ഉണ്ട്. അപ്പം ഇവരുടെ ഭാഗത്ത് നിന്നും പ്രോപ്പർ ആയിട്ട് നമുക്ക് ഒരു നാഷണൽ കോൺട്രിബ്യൂഷൻ കൺട്രിക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് കൊണ്ടായിരിക്കും ഈ ടാക്സിനെ എൻകറേജ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രപ്പോസൽ ഇതിൽ വെച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇപ്പൊ ഇവർക്കൊരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടി എന്നുള്ളത് പറഞ്ഞു എംപ്ലോയ്മെന്റ് ട്രിബ്യൂണലിൽ നിന്നും. പിന്നെ അതിൽ വേറെന്തായിരുന്നു ചോദിച്ചത്? അവരുടെ ഒരു പൊസിഷൻ അത് സ്ട്രെങ്തൻ ചെയ്യും എന്തായാലും. പിന്നെ ഇതിൽ പുതിയ റൂട്ടിൽ അവർ എംപ്ലോയർ didn't pay the court judgment. ഓക്കെ. ഇപ്പം ഇവർക്ക് ബേസിക്കലി ഇപ്പൊ ഹ്യൂമൻ റൈറ്റ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള എക്സെപ്ഷൻ കിട്ടാൻ വളരെയധികം സാധ്യതകളുണ്ട്, ഈവൻ ദോ ഇറ്റ്സ് ബിക്കം എ റൂൾ. കാരണം പിന്നെ ഇപ്പം ഈ ട്രാഫിക്കിംഗ് സർവൈവേഴ്സിന്, ഇപ്പോൾ ഡൊമസ്റ്റിക് വയലൻസ് ആയിക്കോട്ടെ, അതുപോലെ മോഡേൺ സ്ലേവറി ആയിക്കോട്ടെ, അവർക്കൊക്കെ ശരിക്ക് ഒരുപാട് ഇതിനെ കോർട്ടിന്റെ ഒരു ഇതിന്ന് ഇപ്പം ആർട്ടിക്കിൾ 4 ഹ്യൂമൻ റൈറ്റ്സിന്റെ പ്രൊട്ടക്ഷൻ കിട്ടും, അതുപോലെ നാഷണാലിറ്റി ആൻഡ് ബോർഡേഴ്സ് ആക്ടിന്റെ പ്രൊട്ടക്ഷൻ കിട്ടും. അങ്ങനെ ഒത്തിരി ഇത് അവർക്ക് കിട്ടും. അടുത്തൊരു ക്വസ്റ്റ്യൻ, വാട്ട് അബൌട്ട് പീപ്പിൾ ഹു കെയിം ബിഫോർ 2021 on student visa and switched to skilled worker visa later before 2023-24? Will the new rule affect them? സന്ദീപ് എന്ന് പറയുന്നതാണ് ചോദിച്ചത്. ഇപ്പോ 2023 വിസയിലേക്ക് മാറിയത് അല്ലേ? ഇപ്പോഴത്തെ നിയമം അനുസരിച്ചിട്ട് അവര് സ്കിൽഡ് വർക്കറിലല്ലേ നിൽക്കുന്നത്. അപ്പൊ 10 വർഷത്തെ ബേസ് ലൈനിൽ മുകളിലേക്കാണ് അവരുടേത് വരിക. സ്കിൽഡ് വർക്കർ ഈ കെയർ വിസയിലാണെങ്കിൽ പിന്നെ അതിന്റെ നിയമം പുറത്ത് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. പിന്നെ അവർക്ക് അതിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റിന്റെ കേസും പിന്നെ വോളണ്ടറി വർക്കിന്റെ പുറത്തും കുറച്ചുകൂടി ഇയേഴ്സ് കുറയാൻ സാധ്യത ഉണ്ട്. I came here as a student on 2020 and went into Care Visa on 2021. My ILR is going to be on 2022 February. If this rule comes, the ILR period will be 25 years. So, what all exceptions I have to reduce this period
from 15 years. പറയുന്നുണ്ടോ? ജോർജ് പറഞ്ഞു. അല്ല, ഞാൻ ആ ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലായില്ല, ഒന്നും കൂടെ ഒന്ന് പറ, അല്ലെങ്കിൽ വക്കീല അണ്ടർസ്റ്റുഡ് ആണെങ്കിൽ പറഞ്ഞോളൂ, അറ്റൻഡ് ചെയ്തോളൂ. ഇല്ല, ഞാൻ അത് ക്വസ്റ്റ്യൻ കേട്ടില്ല കൃത്യമായിട്ട്. എന്നാ ഒന്നും കൂടെ ഒന്ന് പറയോ ഉണ്ണി? അത് I came ടൈപ്പ് here as a ചെയ്യാൻ student പറ്റുമോ? on എന്തായിരുന്നു? I came here as a student on 2020 ഓക്കെ. and went into care visa on 2021. ആ My ILR is going to be on 2022 February. ILR Is the route is going to be 2022 February. അത് വരൂ. 2022 ഫെബ്രുവരി. എനിക്ക് ക്വസ്റ്റ്യന്റെ പ്രോബ്ലം ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് If the ക്വസ്റ്റ്യൻ, rule കാരണം comes, ഓൾറെഡി സെറ്റിൽഡ് ആളായാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരു കൺസേണും ഇല്ലല്ലോ, പിന്നെന്താണ്? അതാ എനിക്ക് മനസ്സിലായത്. If the rule comes, the ILR period will be 25 years. From what all exceptions, I have to reduce this period to 15 years. ഒരു വ്യക്തതയില്ല ക്വസ്റ്റ്യൻ എനിക്ക്. ഞാൻ ക്വസ്റ്റ്യന് അതായത് 2022 ILR കിട്ടിയെന്നും പറയുന്നുണ്ട്. അതെ അതെ. ക്വസ്റ്റ്യൻ ചോദിച്ച ആളാന്ന് തോന്നുന്നു, ഹാൻഡ് റൈസ് ചെയ്യുന്നുണ്ട് റോയ്മോൻ ജോർജ്. ഒന്ന് Is that correct? ഒന്ന് ഓൺ ആക്കി കൊടുത്തോളൂ, ക്വസ്റ്റ്യൻ ഒരു ഓൺ ക്ലാരിറ്റി. ആയി കൊടുത്തു. ഹലോ ഹായ് ഹായ്. അരവിന്ദ്. റോയ്മൻ ജോർജിനെ അരവിന്ദ് ശ്രീകാന്ത് ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ പ്ലീസ്? സംസാരിച്ചോളൂ. ഞാൻ 2023 ജൂണിൽ ഇവിടെ എത്തിയതാണ്. ഞാൻ ഡിപ്പെൻഡന്റ് ആണ്. എൻ്റെ വൈഫ് NHSലെ നേഴ്സാണ്. വൈഫാണ് ആദ്യം വന്നത് 2023. അത് കഴിഞ്ഞ് 3 months കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ഞാൻ ഇവിടെ വന്നിട്ടാണ് നേഴ്സ് ആയതാണ്, പിന്നെ കിട്ടി നേഴ്സ് ആയതാണ്. ഞാനും NHSലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇപ്പോഴത്തെ നിയമപ്രകാരം വൈഫിന് ടയർ 2 വിസയാണ്, NHS സ്പോൺസർ വിസയാണ്. അപ്പൊ വൈഫിന് കിട്ടണ കൂട്ടത്തില് എനിക്കും ഡിപ്പെൻഡന്റ് നേഴ്സായ അങ്ങനെ 5 വർഷം കൊണ്ട് കിട്ടുമോ? അത് ഞാനും ജസ്റ്റ്, അതായത് എനിക്കും 2 പിള്ളേരുണ്ട്. സ്വാഭാവികമായിട്ടും വൈഫിന് കിട്ടുമ്പോൾ 2 പിള്ളേർക്കും കിട്ടുമല്ലോ. അപ്പൊ എനിക്ക് 5 വർഷം വെയിറ്റ് ചെയ്യണം വേറെ സെപ്പറേറ്റ്? എങ്ങനെയാണ്? ഞാൻ നേഴ്സാണ് പ്രൊഫഷണലി. നിങ്ങൾ ഡിപ്പെൻഡ് ആയിട്ടാണ് നിൽക്കുന്നത്? അതെ 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 അതെ. ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ചിട്ട് നേഴ്സുമാർക്ക് 5 വർഷം കഴിഞ്ഞാൽ വിസയിലേക്ക് മാറാം. ഓക്കെ. ഇപ്പൊ ഡിപ്പെൻഡ് കേസിൽ ക്ലിയർ ആയിട്ടൊരു ഐഡിയ അവർ പറഞ്ഞിട്ടില്ല. അതിപ്പോഴും അൺക്ലിയർ ആണ് കുറച്ച്. അല്ല, പുള്ളി ചോദിക്കുന്നത്, എനിക്ക് തോന്നുന്നു ബിനോജ് വക്കീൽ, അവർ ചോദിക്കുന്നത് നിലവിൽ അവരുടെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളതാണ്. ആണോ? അങ്ങനെയാണോ? നിലവിൽ ഞാൻ നേഴ്സാണ്, NHSലെ നേഴ്സാണ്, പക്ഷെ ഡിപ്പെൻഡന്റ് വിസയിലാണ്. ആയിക്കോട്ടെ. അപ്പോ ഇപ്പൊ ഈ ഒരു പ്രപ്പോസൽ നിയമമാകുന്നതിന്റെ മുന്നേ ഇപ്പോഴത്തെ അവസ്ഥയിൽ എങ്ങനെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണോ നിങ്ങളുടെ ചോദ്യം? ഇനി ഇപ്പോഴത്തെ നിയമപ്രകാരം ഇപ്പോഴത്തെ പുതിയ പ്രപ്പോസൽ വെച്ച് മാറുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലേ? അതായത് നേഴ്സുമാർക്ക് 5 വർഷം കൊണ്ട് കിട്ടും എന്നല്ല പറഞ്ഞത്, ടയർ 2 വിസയിലുള്ളവർക്ക്. ഡിപ്പെൻഡൻസിന്റെ കാര്യത്തില് നേഴ്സ് ആണെങ്കിൽ ഞാൻ മാത്രം ഒരു 5 വർഷം, അത് 10 year വെയിറ്റ് ചെയ്യണോ? ഓക്കെ. ബിനോക്കില്ലേ, നിങ്ങൾ പറഞ്ഞ തന്നെ കറക്റ്റാ, പ്രൊസീഡ് ചെയ്തോളൂ. അല്ല, അതിലപ്പോ അത്ര കുഴപ്പങ്ങൾ വരുന്നില്ല. അതിലത്ര ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രപ്പോസൽ പറയുന്നില്ല. എന്നാലും ഇപ്പൊ നിങ്ങൾ അവരുടെ ഡിപ്പെൻഡായിട്ട് 5 വർഷം കണ്ടിന്യൂസ് ആയിട്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്കും ILR അതിനൊപ്പം കിട്ടുന്നതായിരിക്കും 5 വർഷം കഴിഞ്ഞാല്. ഓക്കെ. അപ്പൊ ഇപ്പൊ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ശരിക്കും അതിന്. അതായത് നമുക്ക് വേറെ ക്രിമിനൽ റെക്കോർഡോ അതുണ്ടാവാൻ പാടില്ല. ഞാൻ ഉദ്ദേശിച്ച ക്രിമിനൽ റെക്കോർഡ് പാടില്ല. പിന്നെ സ്വാഭാവികമായിട്ട് NHSൽ വർക്ക് ചെയ്യുന്ന നാഷണൽ ഇൻഷുറൻസ് ഇതെല്ലാം അടയ്ക്കുന്നുണ്ട്. അപ്പൊ എന്റെ ചോദ്യം അതായിരുന്നു, വൈഫിന്റെ ഒപ്പം കിട്ടുന്ന സമയത്ത് എനിക്കും കിട്ടുമോ, അതോ ഞാൻ മാത്രം 5 വർഷം വെയിറ്റ് ചെയ്യണോ? അത് 10 years? അല്ല, അവരെ ഇപ്പൊ ഈ നിയമം മാറുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങള് നിലവിൽ 5 year റൂട്ടില് നിങ്ങൾ നേഴ്സ് ആയിക്കോട്ടെ, പക്ഷെ യു ആർ എ ഡിപ്പെൻഡന്റ് ആസ് പെർ ദി ഇമിഗ്രേഷൻ റൂൾ. ഓക്കെ.
അപ്പൻഡിക്സ് FM-ലാണ് നിങ്ങൾ ഡിപ്പെൻഡന്റ് ആണ്. യു ആർ ഡിപ്പെൻഡന്റ് ഓഫ് യുവർ വൈഫ്. ഓക്കെ. Yeah. ഇനിയിപ്പോ ഈ നിയമം മാറുകയാണ് എന്നുണ്ടെങ്കിൽ ഇൻ കേസ് ഇത് 10-year റൂട്ടിലോട്ട് പോയാൽ നിങ്ങൾക്ക് നഴ്സ് എന്ന കാറ്റഗറിയിൽ അത് കിട്ടുമെന്നുള്ളതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. അതെ അതെ. പക്ഷേ നിങ്ങൾ ഡിപ്പെൻഡന്റ് ആണ്. ഡിപ്പെൻഡന്റ് ആയ സ്ഥിതിക്ക് ആ പ്രപ്പോസൽ ഇൻ എഫക്റ്റ് ആയിട്ട് റൂൾ ആകുമ്പോൾ എന്തായിരിക്കോ ഡിപ്പെൻഡന്റിന് അതേ നിങ്ങൾക്കും ബാധകമാവുള്ളൂ. അത് പക്ഷെ കാരണം അവിടെ നിങ്ങളെ നഴ്സ് എന്നുള്ള കാറ്റഗറിയിൽ അവർ ഉൾപ്പെടുത്തുന്നില്ല, ബിക്കോസ് യു ആർ എ ഡിപ്പെൻഡന്റ്. പക്ഷെ നിങ്ങൾ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് താനും. പക്ഷെ നമുക്ക് അതിപ്പോ ഒന്നും പറയാൻ പറ്റില്ല, കാരണം അതൊക്കെ ചിലപ്പോൾ ഒരു എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസസ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതൊരു റൂളായി വരുമ്പോൾ ഡിപ്പെൻഡന്റ് ആയാലും, കാരണം ഇവർ നഴ്സുമാരെ ഉൾപ്പെടുത്തുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എൻ്റെ ഒരു തോട്ട് പ്രോസസ്സിൽ ഞാൻ പറയാണ്, നിങ്ങൾ ട്രിബ്യൂണലിൽ അപ്രോച്ച് ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടും. കാരണം യു ആർ എ നേഴ്സ്. നേഴ്സ് എന്നുള്ളൊരു ഡെഫിനേഷൻ അവർ അതിന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഈവൻ ദോ യു ആർ എ ഡിപ്പെൻഡന്റ്, നിങ്ങൾ നേഴ്സാണ്. നേഴ്സാണെന്നുള്ള സ്ഥിതിക്ക് ശരിക്കും നിങ്ങൾക്ക് അത് തരണം. പക്ഷേ ഇതിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. നഴ്സുമാർ എന്ന് പറയുന്നുണ്ട്. അപ്പം ആ ഒരു പെർവ്യൂവിൽ നിങ്ങൾ വരണം എന്നുള്ളതാണ് ഇല്ലേ ബിനോജ് വക്കീൽ? പുള്ളി അങ്ങനെ വരും എന്നുള്ളതാണ് എനിക്കൊരു അസംഷൻ തോന്നുന്നത്. ഈവൻ ദോ യു ആർ എ ഡിപ്പെൻഡന്റ്, നിങ്ങൾ നേഴ്സാണ്. അപ്പൊ ആ ഒരു കാറ്റഗറിയിൽ നിങ്ങൾക്ക് കിട്ടണം എന്നുള്ളതാണ്. പക്ഷെ ഇതിലിപ്പോൾ ഇവർ പറഞ്ഞിട്ടുള്ളത് NHS നേഴ്സുമാർക്കുണ്ട്, പക്ഷെ അവരുടെ ഡിപ്പെൻഡന്റിന് എന്ത് എന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല ഈ പ്രപ്പോസലില്. ഓക്കെ. എന്റെ വേറൊരു ചോദ്യം കൂടി. എന്റെ വൈഫ് ഇപ്പൊ ഹവേഴ്സ് കുറച്ചു 34.5 വർക്ക് ചെയ്യുന്നത്. അപ്പം അതിനെന്തെങ്കിലും ബാധിക്കുമോ? അത് ഇത്ര ഹവേഴ്സിനുള്ളിൽ ഉള്ളവർക്കാണ് ഇത് കൊടുക്കുള്ളൂ, ഇത്ര ഹവേഴ്സ് താഴാൻ പാടില്ല, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? ഇല്ലില്ല. അത് മിനിമം അവർക്കൊരു മിനിമം സാലറി ക്രൈറ്റീരിയ ഉണ്ട്. അതിനും കുറയാണ്ടിരുന്നാൽ മതി. എത്രയാണ് സാലറി ക്രൈറ്റീരിയ? എങ്ങനെയാണ് അത്? അവരുടെ നോക്കേണ്ടി വരും. അല്ല, ഇപ്പൊ ഇതില് പ്രപ്പോസലിൽ പറഞ്ഞിട്ടുള്ളത് ബിനോക്കിൽ, ഇവരിപ്പോ ഇതില് പ്രപ്പോസലിൽ പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ 5-year റൂട്ടില് നഴ്സുമാർക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളവർ പറയുന്നുണ്ട്. പക്ഷെ അതിൽ സ്കിൽഡ് റൂട്ടിൽ ഇവർ പറഞ്ഞിട്ടുള്ളത് 50,076 അങ്ങനെ എന്തോന്നല്ലേ, 50,000 സാലറി ത്രഷോൾഡ് വെച്ചിട്ടുള്ളത് 50,076 അല്ലേ? സോറി, 50,270. ഓക്കെ. അതേ 5-year റൂട്ടിൽ പറഞ്ഞിട്ടുള്ളത്. അത് ആ ഒരു ക്രൈറ്റീരിയയില് നഴ്സ് ആയിരിക്കുകയും നഴ്സിന് സ്വാഭാവികമായിട്ടും അത്ര സാലറി വരാൻ ചാൻസ് ഇല്ലല്ലോ. അപ്പൊ അവിടെ അവർ കാണുന്നത് നഴ്സ് എന്നുള്ള ഒരു പെർസ്പെക്റ്റീവ് ആയിരിക്കും. ഓക്കെ. നേരെ മറിച്ച് ഇത് ലോ പെയ്ഡ് ഇമിഗ്രൻസ് കാറ്റഗറിയിലോട്ട് വരുമ്പം ഒരിക്കലും ഈ 50,270 എന്നുള്ള ഒരു ത്രഷോൾഡ് വരില്ല. പ്രോബബ്ലി എല്ലാവർക്കും 25,000 to 30 ആ ഒരു റേഷ്യോയിലായിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു ബാൻഡ് 5 ആൻഡ് എബോവ് ഒക്കെ ആ ഒരു സാലറി ത്രഷോൾഡ് മീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ അവിടെ ഇവർ കൂടുതൽ നോക്കുന്നത് ഇവരുടെ വോളണ്ടിയറിങ് കോൺട്രിബ്യൂഷനും നാഷണൽ ഇൻഷുറൻസിന്റെ കോൺട്രിബ്യൂഷനും ഒക്കെ ആയിരിക്കും. ഓക്കെ. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? ഓക്കെ. സോ എൻ്റെ പേര് ജിജു എന്നാണ്. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഇതായിട്ടുള്ള ചോദിക്കുന്നത്, ഒരു ജനറലി നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയിൽ ഈ വോളണ്ടിയറിങ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നതിനെ കുറിച്ച് ദാറ്റ്സ് എ വെരി ഗ്രേ ഏരിയ. ദേ ഡോണ്ട് നോ അത് എന്താണ് ഈ വോളണ്ടിയറിങ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. വാട്ട് യു കൺസിഡർ ആസ് എ വോളണ്ടിയറിങ് പെർസ്പെക്റ്റീവ്? പലർക്കും അറിയാം, എനിക്ക് അതറിയാം. പക്ഷെ വക്കീലിന്റെ കയ്യിൽ നിന്ന് തന്നെ അത് പറയാൻ വേണ്ടിയാണ്, ആൾക്കാർക്ക് ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയാണ് വോളണ്ടിയറിങ് പെർസ്പെക്റ്റീവ് എന്താണെന്ന്, ലീഗലി എന്താണ്, വാട്ട് യു ഡിഫൈൻ ബൈ വോളണ്ടിയറിങ് പെർസ്പെക്റ്റീവ് എന്നുള്ള കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ കൊള്ളായിരുന്നു. കാര്യം ഇവിടെ വന്ന് പലരും ജോലി വീട് അവരവരുടെ കാര്യം ഇങ്ങനെയുള്ള പോകുന്നത്. ഈ വോളണ്ടിയറിങ് എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ഏകദേശം 25 to 35 കോൺട്രിബ്യൂഷൻ ചെയ്യുന്ന വോളണ്ടിയറിങ് സെക്ടറാണ് രാജ്യത്തിന്റെ ഗ്രോത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ആ പെർസ്പെക്റ്റീവിൽ ഇവരെങ്ങനെയാണ് ദാറ്റ് വിൽ ഹെൽപ്പ് ദം ടു ഗെയിൻ ഈ ഏർലിയർ സെറ്റിൽമെന്റ് വിസ കിട്ടാൻ എങ്ങനെയാണ് അത് ഗെയിൻ ചെയ്യുന്ന കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഇപ്പൊ നമുക്ക് വോളണ്ടിയർ റോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാഷ് ഏൺ ചെയ്യാണ്ട് ചെയ്യുന്ന വർക്കുകളാണ് മെയിനായിട്ട്. ഇപ്പോൾ കമ്മ്യൂണിറ്റി വർക്ക്, NHS അതുപോലെ കെയർ ഹോമിൽ വളണ്ടിയറായിട്ട് വർക്ക് ചെയ്യാം. പക്ഷെ ഇത് ഈ പ്രോസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ കൃത്യമായിട്ടൊരു ഐഡിയ അവർക്ക് കൊടുക്കുന്നില്ല. ഇതിൽ ഇപ്പോൾ ഈ പ്രപ്പോസൽ കൊടുത്തുള്ളതിൽ ഏത് വോളണ്ടിയർ വർക്കാണ് ചെയ്യേണ്ടത്
എങ്ങനത്തെ വർക്കുകളാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ടൊരു ഐഡിയ കൊടുത്തിട്ടില്ല. അത് നമുക്കത് കാത്തിരിക്കേണ്ടി വരും. അത് പിന്നെ ഇപ്പോൾ നോർമലി ചാരിറ്റി വർക്ക്, വോളണ്ടറി വർക്ക്, ഇപ്പൊ ഫുഡ് ബാഗ് വോളണ്ടിയർ, ചാരിറ്റി ഷോപ്പ് വർക്കർ, ഈ കമ്മ്യൂണിറ്റി സർവീസ് ഉണ്ടാവില്ലേ, ഇപ്പൊ ചിലർക്ക് ചില ക്രിമിനൽ ഒഫൻസ് ചെയ്ത ആൾക്കാർക്ക് കൊടുക്കുന്നതാണ് കമ്മ്യൂണിറ്റി സർവീസ് കാലത്തേക്ക്. എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, എനി കൈൻഡ് ഓഫ് വർക്ക് മേക്ക് എ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ടു ദ കമ്മ്യൂണിറ്റി. അതാണ്. സോ ഇതുപോലുള്ള സമീഷ അല്ലെങ്കിൽ യുഗ്മ അതുപോലുള്ള പല ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യും. അവിടെ കമ്മ്യൂണിറ്റിക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആർട്ട്, സ്പോർട്സ് അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് സിസ്റ്റം, ചാരിറ്റി വർക്ക്, ഇങ്ങനെയുള്ള ഏരിയയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടേണ്ടതാണ്. അപ്പോൾ അവർ ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യുന്നുണ്ടേ, അതിനകത്ത് ഞാൻ ഇന്ന ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നു, ആ ഓർഗനൈസേഷൻ ഡൂയിങ് എ സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ ടു ദ കമ്മ്യൂണിറ്റി എന്നുള്ള കാര്യം നമുക്ക് വെക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ഇച്ചിരി ക്ലിയർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അതില് മെയിൻലി ഇപ്പോ ഇവർ ഉദ്ദേശിക്കുന്ന വോളണ്ടിയറിങ്ങിന് ഒരു ഡെഫിനിഷൻ ഒന്നും ഇവർ ഇതിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ എങ്കിൽ കൂടെ ഇതൊരു ഫോഴ്സിന്റെ മുകളിൽ പാടില്ല എന്നുള്ളത് മസ്റ്റ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ജെന്യൂൻലി അൺപെയ്ഡ്. ഓക്കെ, പിന്നെ ഇപ്പോ നിങ്ങളുടെ ഇതിന് സമീഷ ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ ആയിട്ട് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ ഇനീഷ്യേഷനിൽ എടുക്കുന്ന വോളണ്ടിയറിങ്ങിന് ഇപ്പോൾ ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എല്ലാം ഒരു വോളണ്ടിയറിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, അല്ലാതെ നമ്മൾ NHS തന്നെ പോയിട്ട് ഒരു വോളണ്ടിയറിംഗ് ചെയ്യണമെന്നൊന്നുമില്ല. ഈ രാജ്യത്തെ ഓരോ പെർസ്പെക്റ്റീവിലുള്ള എല്ലാ ഏരിയയിലും നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതൊക്കെ ഒരു വോളണ്ടിയറിംഗ് ആണ്. ഇപ്പൊ എക്സാമ്പിൾ, സ്കൂൾ എന്ന് പറയുന്നത് ഇവിടുത്തെ കുട്ടികളുടെ ഒരു അവിഭാജ്യ ഘടകമായിട്ടുള്ള സംഭവമാണ് സ്കൂളിംഗ് എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾ ഇഫ് യു ആർ ക്വാളിഫൈഡ് ഓർ ഇഫ് യു ഹാവ് എ കോൺഫിഡൻസ് ടു ഡെലിവർ ദ സെഷൻ, ആ സ്കൂളും കൂടെ നിങ്ങളോട് എഗ്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ്. ഓക്കെ, അതൊരു വോളണ്ടിയറിംഗ് ആണ്. സ്പോർട്സ് ആൻഡ് ഇതിലൊക്കെ, ഇപ്പം സ്പോർട്സിൽ നിങ്ങൾ ഫുട്ബോൾ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു അത്ലറ്റ് എന്തും ആയിക്കോട്ടെ, നിങ്ങൾക്ക് അതിലൊരു എക്സ്പെർട്ടൈസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ഗവേണിംഗ് ബോഡി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് വോളണ്ടിയറിംഗ് ചെയ്യാൻ പറ്റും. അത് നമുക്കൊരു വോളണ്ടിയറിംഗിന്റെ പെർവ്യൂവിൽ കൊണ്ടുവരാൻ പറ്റും. പിന്നെ മെയിൻലി ഇത് ഓപ്ഷണലി ഫ്രീലി ചൂസൺ ആയിരിക്കണം, പെയ്ഡ് അല്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം കൂടുതലും ഇവർ ടാർഗറ്റ് ചെയ്യുന്ന വോളണ്ടിയറിംഗ് എന്ന് പറയുന്നത് കെയർ വർക്കേഴ്സിനെ ആയിരിക്കും തീർച്ചയായിട്ടും. കാരണം അതിൽ ഇവർ പെയ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഹവേഴ്സും പിന്നെ അതിന് പുറമെ ഈ കെയർ വർക്കേഴ്സിന്റെ ഒരു എക്സ്പെർട്ടൈസ് അല്ലെങ്കിൽ ഒരു അസിസ്റ്റൻസ് കിട്ടേണ്ട കുറെ ഏരിയകളുണ്ട്. ഒരു എന്തെങ്കിലും ഒരു ക്യാമ്പയിനിങ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഒരു സെർട്ടൻ കമ്മ്യൂണിറ്റിക്ക് ആയിക്കോട്ടെ, ഇവരുടെ ഭാഗത്തുനിന്ന് വീണ്ടും ഒരു വോളണ്ടിയറിങ് ആവശ്യപ്പെടാണ്. അത് ഹെൽത്ത് സെക്ടറിൽ കൂടുതലും കെയർ വർക്കേഴ്സും നഴ്സ് അങ്ങനെയുള്ള ഹെൽത്ത് കെയർ സെക്ടേഴ്സിൽ അവരായിരിക്കും. ഓരോരോ ഏരിയയിൽ വർക്ക് ചെയ്യുന്നവരും അവർക്ക് അവരുടെ ഒരു എക്സ്പെർട്ടൈസിൽ വെച്ചിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ എക്സാമ്പിൾ ഞങ്ങളുടെ ഇതിലാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ലീഗൽ സെമിനാർസും ക്യാമ്പയിനിങ്സും ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും നമ്മുടെ എക്സ്പെർട്ടൈസിൽ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റും. അപ്പോ പേരെന്തായിരുന്നു? എന്റെ പേര് ജിജു. ജിജു ബായ് ചോദിച്ച പോലെ പെർഫെക്റ്റ് ആണ്. സമീക്ഷ ഒരു രജിസ്റ്റേർഡ് ഓർഗനൈസേഷനായിട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഇതിന്റെ ഒരു പിന്നെ ലിമിറ്റേഷനിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും വോളണ്ടിയറിംഗ് കോൺട്രിബ്യൂഷൻ. തന്നെ ബ്രിട്ടീഷ് ഹാർട്ട് ഫൗണ്ടേഷൻ, ഡിമെൻഷ്യ UK, അൽസൈമേഴ്സ് സൊസൈറ്റി, ഇതുപോലുള്ള ഓർഗനൈസേഷനിലൊക്കെ വർക്ക് ചെയ്യാം. ഞാനൊരു കോച്ചസിനെ കോച്ച് ചെയ്യുന്ന കോച്ചാണ്. അപ്പം ഒത്തിരി കോച്ചസ് ഇതുപോലെ ഈ റീസെന്റ് എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ലെറ്റർ, സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആയിട്ട് ലെറ്റർ എഴുതി കൊടുക്കാമെന്ന് ചോദിച്ചു. എൻ്റെ കീഴിൽ ട്രെയിൻ ചെയ്തിട്ടുണ്ട്, ഹി ഈസ് ഡൂയിങ് എ വോളണ്ടറി വർക്ക് ഇൻ ദ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞില്ല ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെന്റിന് വേണ്ടി എവിഡൻസ്. ഞാൻ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഇതുപോലെ നിങ്ങൾക്ക് ഈ ലോക്കൽ സ്പോർട്സ് ക്ലബ്ബുകൾ ഇതുപോലുള്ള വോളണ്ടറി ഓർഗനൈസേഷനിലൊക്കെ നിങ്ങൾ എന്തെങ്കിലും വർക്ക് ചെയ്താൽ അവിടുത്തെ അതിന്റെ സെക്രട്ടറിയോ ട്രഷറോ പ്രസിഡന്റോ ആരെന്നെങ്കിലും ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആയിട്ട് ഐ ഹാവ് ഡൺ so many hours of voluntary work in this organization, which then ഓർഗനൈസേഷൻ എന്താണ് കമ്മ്യൂണിറ്റി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ള ആ ഓർഗനൈസേഷന്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ ഓതറൈസ്ഡ് പേഴ്സൺ റൈറ്റിംഗ് ഇൻ ലെറ്റർ ആൻഡ് വിത്ത് ദർ സം ദേ യൂസ്ഡ് ഇറ്റ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇങ്ങനെ ഉള്ള ഇതിന് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അത് ചാരിറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ, അത് കാസ്റ്റ് ആണെങ്കിൽ കമ്മ്യൂണിറ്റി അമച്വർ സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറയുന്ന കാറ്റഗറിയിലൊക്കെ ഉള്ള ആൾക്കാർ അത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അതിനെ ഡസ് ഇറ്റ് വാലിഡ് എന്ന് ചോദിച്ചത്. അതിന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പെർവ്യൂ വെച്ചിട്ട് അവർക്ക് വോളണ്ടിയറിംഗ് അതുപോലെ ചാരിറ്റി ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കൗണ്ടബിൾ ആയിരിക്കും.
കാരണം ഇപ്പോ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചാണ് എന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വലിനെക്കാളും കൂടുതൽ അവർക്ക് മാസീവ് ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ ആയിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പൊ എക്സാമ്പിൾ ഒരു സിമ്പിൾ ആയിട്ട് പറയാം, നമ്മളിപ്പോ നമ്മുടെ അടുത്തുള്ള ഒരു ഏരിയ ക്ലീൻ ചെയ്യാൻ ഒരു ഇതിലുള്ളൊരു അപ്പം നമ്മൾ അവിടെ എല്ലാവരും കൂടെ ഒരു കളക്റ്റീവ് എഫോർട്ട് എടുത്തിട്ട് അത് ഇപ്പൊ കൗൺസിലിന് ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ചില സ്കൂളുകളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ബേസ്മെന്റ് ഒക്കെ കാണാൻ പറ്റും, വളരെ അഗ്ലി ആയിട്ട് ഫോട്ടോസും ഇതൊക്കെ ആയിട്ട് കുട്ടികൾ പാസ് ചെയ്യുന്ന ഏരിയ. അവിടെയൊക്കെ നമ്മൾ കൗൺസിലിന് ഒരു പ്രപ്പോസൽ കൊടുത്തിട്ട് ആസ് എൻ ഓർഗനൈസേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ നമുക്ക് ആണ്. താങ്ക് യു. അടുത്തതിലേക്ക് പോകാമോ? ഹലോ. അടുത്തായിട്ട് എന്ന് പറയുന്ന ഹലോ. ഒരാളാണ് ആദ്യം ഹാൻഡിൽ ചെയ്തത്. കേക്കാവോ പറയുന്നത്? പറയാം, കേൾക്കാം. അത് ഞാൻ ഒരു ചോദ്യം, ഒരുപാട് ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടിട്ടില്ല ഈ ഒരു കാര്യത്തെ പറ്റി. ഞാനിവിടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാൻ ഒരു യൂണിവേഴ്സിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ 2021 മെയ്യിലാണ് ഞാനിവിടെ എത്തിയത്. അപ്പം എൻ്റെ ഏർലിയസ്റ്റ് എലിജിബിലിറ്റി ഫോർ ILR ഡേറ്റ് എന്ന് പറയുന്നത് 4th of April ആണ്. 28 days ബാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വിസ സ്റ്റാമ്പിങ്ങിൻ്റെ ഡേറ്റിൻ്റെ 28 days ബാക്ക് പോയി കഴിഞ്ഞാൽ 4th of April ആണ് 2026. അപ്പം ഞാൻ യൂണിവേഴ്സിറ്റി ആയത് കാരണം തന്നെ അവിടെ ഈ പ്രൈവറ്റ് സെക്ടറിൽ കിട്ടുന്ന പോലെ ഒരു സാലറി പാക്കേജ് ഇല്ല യൂണിവേഴ്സിറ്റികളിൽ, എഡ്യൂക്കേഷൻ സെക്ടേഴ്സിൽ. അപ്പം എനിക്ക് 50,000, ജസ്റ്റ് 50,000 ബിലോ ആണ് എൻ്റെ സാലറി. അതുപോലെ തന്നെ എൻ്റെ വൈഫും ഞങ്ങൾ ഒന്നിച്ചാണ് വന്നത്. അപ്പം വൈഫാണെങ്കിലും IT സെക്ടറിൽ തന്നെയാണ്, സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ തന്നെയാണ്. പക്ഷേ വൈഫ് ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ്. പക്ഷേ ഷീ ഈസ് ഏണിംഗ് മോർ ദാൻ 50K ഫോർ ദ ലാസ്റ്റ് 3 years. അപ്പം ഞങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏപ്രിൽ, ഇപ്പം ഇൻ കേസ് ഈ റൂള് April 1st, ബിഗിനിങ് ഓഫ് ഏപ്രിൽ എന്ന് പറഞ്ഞാൽ April 1st എന്ന് പറഞ്ഞ ഒരു ഡേറ്റിലേക്ക് വല്ലതും ഇംപ്ലിമെൻ്റ് ആയി കഴിഞ്ഞാൽ എൻ്റെ ILR ഡേറ്റ് എന്ന് പറയുന്നത് 4th of April ആണ്. ജസ്റ്റ് 3 days ആഫ്റ്റർ ഇംപ്ലിമെൻറ്റഡ് ഡേറ്റ് ആണ്. പിന്നെ അതുപോലെ ഞങ്ങളുടെ ലാംഗ്വേജ് പ്രൊഫഷൻസി ആണെങ്കിലും ഞങ്ങൾ C1 ലെവലിലാണ്. അപ്പം അതിൻ്റെ ഒരു 1 year ഇത് കിട്ടുമായിരിക്കും. അപ്പം ഞാൻ ചോദിക്കുന്നത് ഒരു ജസ്റ്റ് ആ 3 daysന്റെ ഒരു ഇതിൽ ഞങ്ങളുടെ ILR എന്ന് പറയുന്ന ഒരു 10 year റൂട്ടിലേക്ക് പോകുമോ, അതോ ഈസ് ദർ എനി ചാൻസ് ദാറ്റ് വി ക്യാൻ അപ്ലൈ ഫോർ ദാറ്റ് 5 year റൂട്ട്? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അത് നിങ്ങളുടെ ഒരു ട്രാൻസിഷൻ പീരീഡിലായിരിക്കണത്. അപ്പൊ നിങ്ങൾക്ക് അതിൽ കുഴപ്പമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇത് ഇതുവരെ നിയമമായിട്ടില്ല, മനസ്സിലായോ? ഇപ്പൊ നമ്മള് ഈ പ്രൊപ്പോസൽ കൊടുത്തു കഴിഞ്ഞിട്ട് അത് ഡിബേറ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നുള്ളത്. ഇപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പം നമുക്കിതിപ്പം റൂള് വന്നിട്ടില്ല എന്ന് അറിയാം. അപ്പം ഇത് ഈ ചാൻസ്, കാരണം February 12th അവരുടെ കൺസൾട്ടേഷൻ ക്ലോസ് ചെയ്യുന്ന പീരീഡ്. അത് കഴിഞ്ഞൊരു 48 daysനുള്ളിൽ ഇങ്ങനെ ഈ പാർലമെന്റിൽ റീഡിങ്ങിനെല്ലാം പോയി ഡിസിഷൻ ഏപ്രിലിൽ വരാനായിട്ടുള്ള ചാൻസസ് എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം ബിനോജ് വക്കീൽ ഒരു ചെറിയ കാര്യം കൂടെ ആഡ് ചെയ്തോട്ടെ പുള്ളിയുടെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട്. പിന്നെ പുള്ളിയുടെ ഒരു ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത്, മോസ്റ്റ് ഓഫ് എല്ലാ നിയമങ്ങളും ഇവിടെ വരുന്നത് മന്ത് ഓഫ് ഏപ്രിലാണ്. പിന്നെ ഓരോ വർഷവും വലിയ വലിയ നിയമമാറ്റങ്ങളൊക്കെ വരുന്നത് ഏപ്രിലാണ്. ഇപ്പം നമുക്ക് റീസെന്റ് ആയിട്ട് എമിഗ്രേഷൻ റൂളിൽ ഒരുപാട് ചേഞ്ചസ് നമ്മൾ കണ്ടു. അപ്പോ പുള്ളി ഭയപ്പെടുന്നത് പുള്ളിക്ക് 28 ദിവസം മുന്നേ ILR ഫയൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു റൂളിന്റെ അണ്ടറിൽ വരില്ല എന്നുള്ളതാണ് തോന്നുന്നുണ്ട്, അല്ലേ? 3 daysന്റെ ഡിഫറൻസ്. പക്ഷേ ആസ് പെർ ദ പ്രപ്പോസൽ, ഇപ്പോഴത്തെ ഈ പ്രപ്പോസൽ പ്രകാരം ഇവര് ഇത് കൊണ്ടുവരുന്നത്, ഇവരുടെ ഈ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് പോസ്റ്റ് ബ്രെക്സിറ്റിന് ശേഷം, അതായത് 31/12/2020 ബ്രെക്സിറ്റ് വരുന്നത്. ഓക്കെ. അപ്പം 1/1/2021 മുതലുള്ള ആളുകളെ ഇത് എഫക്ട് ചെയ്യും എന്നുള്ള രീതിയിലാണ് ഈ പ്രപ്പോസൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇൻ കേസ് ഇഫ് ഇറ്റ്സ് ഗോയിങ് ടു ദാറ്റ് റൂട്ട് നിങ്ങൾ അതിൽ പെടും. ഓക്കെ. അതിലേക്ക് ഇതൊരു നിയമമാകുകയാണ് എന്നുണ്ടെങ്കിൽ. ഓക്കെ. അപ്പോ ഇപ്പൊ സാധാരണ ഇപ്പൊ അവര് പറയാ ഏപ്രിൽ ഈ ഇതിന് ശേഷം വരുന്ന ആളുകളാണ് ഇതിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ പെടില്ല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നിങ്ങൾക്ക് 28 days മുന്നേ അപ്ലൈ ചെയ്യാനുള്ളത് ഏപ്രിലിന്റെ മുന്നേ ആവൂലേ, മാർച്ച് ആവൂലേ? ഇല്ല, കാരണം എന്റെ വിസ സ്റ്റാമ്പ് ചെയ്തിരിക്കുന്നത് ഡേറ്റ്, പാസ്പോർട്ടിൽ വിസ സ്റ്റാമ്പ് ചെയ്തിരിക്കുന്ന ഡേറ്റ് 2nd of May ആണ്. അപ്പൊ അവിടുന്ന് 28 days എടുത്താൽ 4th of April വരും. ഓക്കെ. അപ്പം പിന്നെ നിങ്ങൾക്ക് ഈ നിയമത്തിന്റെ ഉള്ളിൽ
ശരിക്ക് ഇങ്ങനെ ഇപ്പം ഇതൊരു നിയമമായി വരികയാണ് എന്നുണ്ടെങ്കിൽ പോസ്റ്റ് ബ്രെക്സിറ്റിന് ശേഷം 2021 ശേഷമുള്ള എല്ലാവർക്കും ട്രാൻസിഷണൽ പ്രൊട്ടക്ഷൻ ഇല്ലാതെ ഇതിൽ വരും എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഓക്കെ, പക്ഷെ ജസ്റ്റ് എ പ്രപ്പോസൽ, നിയമമായിട്ടില്ല. ഓക്കെ, പിന്നെ ഇതൊക്കെയാണ് ഇതിലുള്ള എന്താ പറയാ, ഇത് ഒരു ഓപ്പറേഷണലി കയോട്ടിക് എന്നൊക്കെ പറയുന്നത് ഇതുകൊണ്ടാണ്. കാരണം ILRന് 4 ദിവസം എക്സ്പെക്ട് ചെയ്യുന്ന ഒരാൾക്ക് ഈ നിയമം ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതാണ് നമ്മുടെ ഒരു ഏറ്റവും വലിയൊരു ടെൻഷൻ. അതാണ്. അപ്പം ഇവിടെ 2 ഓപ്ഷൻ ഉള്ളത്. ഒന്ന്, നമുക്ക് നിങ്ങളുടെ അപ്ലിക്കേഷൻ അത് നമുക്ക് ഔട്ട് ഓഫ് ദ മീറ്റിംഗിൽ നമുക്ക് സംസാരിക്കാം. നിങ്ങൾ വക്കീലിനെയോ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി. പിന്നെ കാരണം അതിൽ കുറച്ച് എന്താ പറയാ, ഒരു ഡാറ്റ പ്രൊട്ടക്ഷൻ ഒക്കെ ഇൻവോൾവ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ കോർട്ടിനെ സമീപിക്കാന്നുള്ളതാണ്. കാരണം അതായത് ശരിക്കും ഒരിക്കലും നിങ്ങൾക്കൊരു റെട്രോസ്പെക്റ്റീവ് ഓപ്പറേഷൻ ഇത്ര ഒരു 4 ദിവസത്തിന്റെ ഇതിലൊന്നും ഒരിക്കലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആദ്യം വിസ കിട്ടുമ്പോൾ നിങ്ങളോട് 5 വർഷത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് PR ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പാത്ത് ടു 5 year സെറ്റിൽമെന്റ് എന്നാണ് നമുക്ക് കിട്ടിയ. അതാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അതിലുണ്ട്. അപ്പൊ അതിൽ നിന്ന് വ്യതിചരിക്കില്ല ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് കോർട്ടിൽ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് പ്രശ്നം. ഇതെന്താ, കുറച്ച് പൊളിറ്റിക്കൽ ഈ മിക്സിന്റെ പുറത്ത് ചെയ്യുന്ന കാര്യങ്ങളാണത്. അതായത് നിങ്ങളിതിലൊക്കെ എന്തായാലും പ്രിൻസിപ്പിൾസ് ഓഫ് ലീഗൽ സെർട്ടൈനിറ്റി, ഡോക്ട്രൈൻ ഓഫ് ലെജിറ്റിമേറ്റ് എക്സ്പെക്ടേഷൻ, ഇതൊക്കെ എന്തായാലും നിങ്ങളിതിലൊക്കെ എന്തായാലും കൊണ്ടുവരാൻ പറ്റും. അതെ, നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ഇത് വന്നത്, കാരണം നോർമലി എന്റെ ഒരു റോളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് സെക്ടറിലെ സാലറി എന്ന് പറഞ്ഞാൽ 65-70 എബോവ് ആണ്. അപ്പം ജസ്റ്റ് ബിക്കോസ് നമ്മൾ പബ്ലിക് സെക്ടറിൽ ഒരു എഡ്യൂക്കേഷണൽ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് നമുക്ക് ആ സാലറി അതിന്റെ താഴെ പോയത്. അപ്പം ഇവരിങ്ങനെ ഒരു 50K ക്യാപ്പും കൂടെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഒരു രീതിയിലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഇതാണ്. എസ്പെഷ്യലി ഇപ്പോൾ ഒരു വർഷം 2 വർഷമൊക്കെ ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാനുണ്ട് ILR കിട്ടാനെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും ടെൻഷൻ അടിക്കില്ല. ഇതൊരു 3 days എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങളിവിടെ വന്ന് വീട് എടുത്ത് അത് വേറെ ക്രിമിനൽ റെക്കോർഡ്സ് ഒന്നുമില്ല, എല്ലാം പ്രോപ്പറായിട്ട് ടാക്സും NIയും സകല കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്യുന്നു. അപ്പം ഞങ്ങള് അതിൽ ഇത് പെട്ടെന്ന് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ ചെയ്യേണ്ടെന്നൊരു അത്ര ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇത് ഇപ്പൊ എന്താ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഹ്യൂമൻ റൈറ്റ്സിനും നാച്ചുറൽ ജസ്റ്റിസ് പ്രിൻസിപ്പിളിനും ഒക്കെ അഗെയിൻസ്റ്റ് ആയിട്ട് വരുന്നതാണത്. അപ്പൊ നമുക്കിത് കോർട്ടില് ഡിഫെൻഡ് ചെയ്യുകയും ചെയ്യാത്. മനസ്സിലായോ? അപ്പൊ അത്ര ടെൻഷൻ, ചിലപ്പോ ഇത്രയ്ക്കൊന്നും ഹാർഷായിട്ട് നിയമം വരില്ല എന്നുണ്ട്. ഇതിന്റെ എന്തെങ്കിലും ഒരു കാര്യം ഈ മീറ്റിംഗിന്റെ അപ്പുറത്ത് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ആരെങ്കിലും കോൺടാക്ട് ചെയ്താൽ മതിയോ? കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങളുടെ കോൺടാക്ട് എങ്ങനെ ഒന്ന് കിട്ടുക എനിക്ക് സംസാരിക്കാനായിട്ട്? സമീക്ഷയായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഈ ചാറ്റിൽ കൂടെ ഞങ്ങൾ അത് ഷെയർ ചെയ്യാം. ഓക്കെ, ശരി. താങ്ക് യു സോ മച്ച്. നമുക്ക് 3 പേരോട് ഇന്ന് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സമയം ഒരുപാട് മുമ്പോട്ട് പോവാണ്. ആദ്യം ഹാൻഡ് റൈസ് ചെയ്തത്, മെസ്സേജ് കൊണ്ട് ഹാൻഡ് റൈസ് ചെയ്തത് സൂര്യ വിഷ്ണുവാണ്, എക്സെട്രി എന്ന്. സൂര്യക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം രാകേഷ് രവി, പിന്നീട് ലിൽഷ പോൾ, അങ്ങനെ 2 പേരുടെ ഹാൻഡ് റൈസ്. ആദ്യം സൂര്യക്ക് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണം. നമ്മൾ വളരെ ക്വിക്കായിട്ടൊന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുക എല്ലാവരും. സൂര്യ അൺമ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഹലോ. എനിക്കൊരു ക്വസ്റ്റ്യൻ ഉള്ളത്, ഞാനിവിടെ 2019 സ്റ്റുഡന്റ് വിസയിലാണ് വന്നത്. പിന്നെ 2020 കുട്ടി വന്നിരുന്നു ഡിപ്പെൻഡന്റ് വിസയിൽ, ഹസ്ബൻഡും വന്നിരുന്നു. കുട്ടി 2020 വന്നത്. അപ്പം ഈ കുട്ടികളുടെ ബേസിൽ 7 years ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ILR കിട്ടും എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയാണ്? പിന്നെ സെക്കൻഡ് ചൈൽഡ് ഇവിടെ 2022 ജനിച്ചു. അപ്പം ആളിവിടെ UK ബോൺ ആണ് സെക്കൻഡ് ചൈൽഡ്. ഫസ്റ്റ് ചൈൽഡ് ഇന്ത്യൻ ബോൺ ആണ്. അപ്പൊ അതിന്റെ ബേസിൽ പാരന്റ്സിന് ILR കിട്ടണത് എങ്ങനെയാണെന്നൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുമോ? രണ്ടാമത്തെ കുട്ടി എന്നാ ജനിച്ചത്? 2022 ജനിച്ചത്. UK. പാസ്പോർട്ട് എടുത്തിട്ടുണ്ടോ? ബ്രിട്ടീഷ്, ഇംഗ്ലീഷ്, നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ട് എടുത്തിട്ടുണ്ടോ? ഉണ്ട്, ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ഈ കുട്ടി ഇവിടെ ജനിച്ചിട്ട് നമ്മള് ഇന്ത്യൻ പാസ്പോർട്ട് ഒന്നും എടുക്കാണ്ട് 7 വർഷം പിടിച്ചു നിന്നിട്ട് ഉണ്ടെങ്കിൽ അവർക്ക് മാറാന്നുള്ളതാണ്. മനസ്സിലായോ? ഓക്കെ. അല്ലെങ്കിൽ നിങ്ങളെ ഡിപ്പെൻഡ് ആക്കി മാറ്റിയിട്ടുണ്ട് അവര്. ഇപ്പൊ നിങ്ങൾ എന്ത് വിസയിലാ? ഞാനിപ്പം സ്കിൽഡ് വിസയിലാണ്, വർക്ക് വിസയിലാണ്, സീനിയർ കെയർ വിസയിലാണ്. അവര് ഡിപ്പെൻഡന്റ് ആണ്. അവര് ഡിപ്പെൻഡ് ആയില്ലേ? അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല.
ഇപ്പൊ നിങ്ങളുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് 5 വർഷം ആയി കഴിഞ്ഞാൽ അവർക്ക് 5 വർഷത്തെ റൂട്ട് മുഖാന്തരം നിങ്ങളുടെ കൂടെ ILR കിട്ടും. മനസ്സിലായോ? ഓക്കെ. അപ്പൊ നമുക്ക് ഈ കുട്ടി വന്നിട്ട് 7 years അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഇല്ല അല്ലേ നമ്മുടെ കേസില്? അതില്ല. ഓക്കെ ഓക്കെ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഡിപ്പെൻഡന്റ് ആയല്ലോ. ഓക്കെ. വിസ എടുക്കാതെ ഈ റെഫ്യൂജീസ് ഒക്കെ നിൽക്കുന്ന പോലെ നിന്നാല് ആ ഒരു അത് പറ്റില്ല. അത് ആ. ഇപ്പോ ബ്രിട്ടീഷ് നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ട് എടുക്കാണ്ട് 7 വർഷം നിന്നിട്ട് നമുക്ക് മാറാന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായി. നമുക്ക് 2026 നവംബറിലാണ് PR ഡേറ്റ് വരുന്നത്, ILR ഡേറ്റ് വരുന്നത്. അപ്പം എങ്ങനെയാന്ന് ഇൻ കേസ് അത് റൂൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട്. ചിലപ്പോ ഒരു ട്രാൻസിഷൻ പീരീഡ് ഉണ്ടല്ലോ നമുക്ക് അവിടെ. ഓക്കെ. എന്നുള്ളത് അതിലെന്തെങ്കിലും കിട്ടുമെന്ന് അറിയില്ല എങ്ങനെയാന്ന്. നമുക്കത് നോക്കിയിട്ട് ചെയ്യാതെ. ഓക്കെ. താങ്ക് യു സോ മച്ച്. ഇവര് പിന്നെ ചൈൽഡ് റൂട്ടിന്റെ ഇതാണ് ചോദിക്കുന്നത് തോന്നുന്നു, 7 year ലോങ് റെസിഡൻസ് റൂട്ട്. അതാണ് ഞാൻ ചോദിച്ചത്. മൂത്ത കുട്ടി ജനിച്ചത് നാട്ടിലും ഇവിടെ വന്നത് 2020 അങ്ങനെ ഡിപ്പെൻഡന്റ് വിസയിലാണ് വന്നത്. കൊച്ചു ഡിപ്പെൻഡന്റ് വിസയിലാണ് വന്നത്. ഇപ്പോഴും ഡിപ്പെൻഡന്റ് വിസയിൽ തന്നെ നിൽക്കുന്നതാണ്. ഓക്കെ. അപ്പോ നിങ്ങൾക്ക് ആ ഒരു അപ്പൻഡിക്സ് പ്രൈവറ്റ് ലൈഫ് റൂട്ട് ത്രൂ കുഞ്ഞിന്റെ ILR ഫയൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതല്ലേ ചോദിക്കുന്നത്? അതെ. ഓക്കെ. അപ്പം ഒരു കുഞ്ഞിവിടെ ലീഗലി 7 വർഷം കണ്ടിന്യൂസ്ലി നിന്ന് കഴിഞ്ഞാൽ അവർക്ക് 7 year റൂട്ടിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ. ഫസ്റ്റ് കൊച്ചു അല്ലേ? അതെ. ഓക്കെ. കാരണം ഞാൻ ഈ നമ്മുടെ പബ്ലിക് കൺസൾട്ടേഷൻ ചെയ്തപ്പോൾ അതിലൊരു ക്വസ്റ്റ്യൻ കണ്ടു, കുട്ടികളുമായി ബന്ധപ്പെട്ട എന്തോ ഒരു ക്വസ്റ്റ്യൻ കണ്ടു. അപ്പം എനിക്ക് തോന്നി അവരുടെ ലൈഫ് എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവർ എടുക്കുമോന്ന്. കാരണം അവരും ചേഞ്ച് ചെയ്ത് വന്നതാണല്ലോ അല്ല, പക്ഷെ അതില് കുഞ്ഞുങ്ങളുടേത് എങ്ങനെ പബ്ലിക് കൺസൾട്ടേഷനിൽ അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഡിപ്പെൻഡന്റതും അതുപോലെ കുട്ടികളുടേതും ഉണ്ട്. ഉണ്ട്. ഏറ്റവും അതെ, ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ അതില് അവര് ജസ്റ്റ് ഒരു എന്താ പറയാ, ഒരു ട്രിക്കി ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അവർക്ക് സെപ്പറേറ്റ് ഒരു റൂട്ട് വേണം എന്നുള്ള രൂപയാണ് പറയാം. കാരണം മെയിൻ അപ്ലിക്കന്റിന് ILR കിട്ടിയതിന് ശേഷം ഇവർക്ക് സെപ്പറേറ്റ് ഒരു റൂട്ട് എൻഗേജ് ചെയ്ത് എടുക്കണം എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവർക്കൊന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. കാരണം അവർ ഡിപ്പെൻഡന്റ് ആയിട്ട് വരുന്നു, ഇവിടെ പഠിക്കുന്നു. എന്നിട്ട് കാരണം ഇപ്പൊ വേറൊരാൾ ഒരു അഡൽട്ടിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡിപ്പെൻഡന്റ് ആയിക്കോട്ടെ, അവർക്ക് വോളണ്ടിയറിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ആവാൻ പറ്റും. ഓക്കെ. പക്ഷെ കുട്ടികളെ സംബന്ധിച്ച് ഇതൊന്നും പറ്റില്ലല്ലോ. ഞാൻ ഡൗട്ട് ചെയ്യട്ടെ, കുട്ടികൾ നാട്ടിൽ പോയിണ്ടോ വന്നിട്ട് നാട്ടിൽ പോയിട്ടുണ്ട്. കാരണം ഇവിടെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഈ UK ലീവ് ചെയ്യാണ്ട് 7 വർഷം ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് നിൽക്കണമെന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട്. അതെ, അങ്ങനെയല്ലേ അവര് പറഞ്ഞത്? അല്ല, അവരിടയ്ക്ക് നാട്ടിൽ പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു. അതെ, ഒരു 3 ആഴ്ചയോളം നാട്ടിൽ പോയിട്ടുണ്ട്. കംപ്ലീറ്റ് ഈ ഒരു ഇത്രയും വർഷത്തിൽ ആകെ 3 ആഴ്ച നാട്ടിൽ പോയിട്ടുള്ളൂ. അതൊരു പ്രശ്നമാണ് ശരിക്കും. ഓഹോ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് UK നിൽക്കണം. മനസ്സിലായോ? ഓക്കെ. വെബ്സൈറ്റിലൊക്കെ പറഞ്ഞേക്കണ പോലെ 180 days അങ്ങനത്തെ ഒരു സംഭവം മീറ്റ് ആകും. ഇതിന് വരുന്നില്ലല്ലോ. ഓക്കെ. അത് നിങ്ങൾക്ക് ILR അപ്ലൈ ചെയ്യുമ്പോഴൊക്കെ അത് ബാധകമാവുന്നത്. ഇവർക്ക് കണ്ടിന്യൂസ് റെസിഡൻസ് വേണ്ടത്. ഓക്കെ, മനസ്സിലായി. ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്തോ ജോർ എന്തേലും പറയണ്ട? അതെ, അങ്ങനെയാണ്. ഞാൻ എന്റെ അണ്ടർസ്റ്റാൻഡിങ്ങില് കുട്ടി ഇവിടെ ജനിച്ചു എന്നുള്ള പറഞ്ഞ പോലെ തോന്നി. അപ്പോ അങ്ങനെയാണ്, കറക്റ്റ് ആണ്. കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ടും ജനിച്ച കുട്ടിയും നാട്ടിൽ പോയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അതെ. പിന്നെ അവർക്ക് നിലവിലത് പ്രകാരം 10 year ലോങ് റെസിഡന്റ് റൂട്ടാണ്. ഓക്കെ. നമുക്ക് കോർട്ടിൽ പോയി കഴിഞ്ഞാലും ഇപ്പൊ ഇത് ഒന്നും നിയമമായിട്ടില്ല. ഇപ്പൊ നിങ്ങളിപ്പോ ചെയ്യേണ്ടത് നിങ്ങളുടെ ലോക്കൽ MP ഇല്ലേ, ഇപ്പൊ ഗ്രൂപ്പിലുള്ള എല്ലാവരും ചെയ്യേണ്ടത് ലോക്കൽ MPക്ക് സെപ്പറേറ്റ് പേഴ്സണൽ ആയിട്ട് ഒരു ഇമെയിൽ അയക്കുക. ഇപ്പൊ നിങ്ങളുടെ കാര്യങ്ങൾ ഇങ്ങനെയാണ്, നിങ്ങൾ ബെനിഫിറ്റ് ഒന്നും മേടിക്കുന്നില്ല, ഇതുവരെ മേടിച്ചിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾക്ക് PR കിട്ടിക്കഴിഞ്ഞാൽ നമ്മളധികം ബെനിഫിറ്റ് മേടിക്കുന്നില്ല.
അങ്ങനത്തെ നമ്മുടെ കാര്യങ്ങൾ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് ഇമെയിലായിട്ട് നമുക്ക് MP-ക്കും കൂടി എല്ലാവരും മെയിൽ അയക്കുന്നത് നല്ലതാണ്. മനസ്സിലായോ? അതെ അതെ മനസ്സിലായി. ഇപ്പൊ കാരണം MP ആണ് MP-മാരാണ് ഇവിടുത്തെ ഡിബേറ്റിൽ പങ്കെടുക്കുന്നത്. അപ്പൊ അവർക്ക് നമ്മളെ ഇതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് ഐഡിയാസ് കാര്യങ്ങളൊന്നുമില്ല. അവരാരും ഇപ്പോ അവര് വിചാരിച്ച് എല്ലാവരും റെഫ്യൂജീസ് ആണെന്നുള്ള സീനിലാണ്. ഇപ്പൊ എല്ലാ ക്യാഷും മേടിച്ചിട്ട് ഇത്രയധികം കാശ് കൊടുത്തിട്ടാണ് നമ്മൾ ILR ചെയ്യണമെന്ന് ആർക്കും അറിയില്ല. MPസിനൊന്നും അറിയണ്ടാവില്ല. ഇപ്പൊ ഞാൻ മുമ്പ് ഇന്ത്യൻ പാസ്പോർട്ട് ഓഫീസിൽ അല്ല ബ്രിട്ടീഷ് പാസ്പോർട്ട് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ടൈമിൽ അവിടുത്തെ സ്റ്റാഫുകളൊക്കെ വിചാരം നമുക്ക് ഈ ബ്രിട്ടീഷ് പാസ്പോർട്ടിനൊക്കെ 100, 80, 70 പൗണ്ട് ചിലവുള്ളൂ. ഇതിനൊക്കെ നമ്മൾ ഓരോ അപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 800, 1000, 1200 ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് അത് കേട്ടിട്ട് അവർക്ക് ഇത് വിശ്വസിക്കാൻ പറ്റില്ല, നമ്മൾ ഇത്രയും കാശ് കൊടുത്തിട്ട് ചെയ്യണമെന്ന്. ഇപ്പൊ നമ്മൾ 5 വർഷം അവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ എത്രമാത്രം കാശ് അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് പറയും. നമ്മള് എന്താ പറയാ, ടാക്സ് ആയിട്ടും വിസ ആപ്ലിക്കേഷൻ ആയിട്ടും എല്ലാ കാര്യങ്ങളായിട്ടും കൗൺസിൽ ടാക്സ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ റെഫ്യൂജി സ്റ്റാറ്റസിൽ വരുന്ന ആൾക്കാർക്കൊന്നും എല്ലാതും ഗവൺമെന്റാണ് കൊടുക്കുന്നത് അവർക്ക്. നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പൊ ഇതൊന്നും MP-മാർക്ക് അറിയണ്ടാവില്ലേ? അതാണ് സംഭവം. അപ്പൊ നമ്മൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ പേഴ്സണലായിട്ട് എല്ലാവരും എല്ലാ അസോസിയേഷനും എല്ലാവരും ഇൻഡിവിജ്വലായിട്ട് അവരവരുടെ MP-മാർക്ക് ഒരു ഇമെയിൽ ഫോർവേഡ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും ഇതിന്. രണ്ടുപേരുടെ ആദ്യം ഞാൻ അഡ്രസ് ചെയ്തുകൊണ്ടുണ്ട്. രാകേഷ് രവിയാണ്. നമുക്ക് സമയം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ദിശയിലും. രാകേഷ് ഒന്ന് പെട്ടെന്ന് സംസാരിക്കാമോ? തീർച്ചയായിട്ടും. നമസ്കാരം. എൻ്റെ പേര് രാകേഷ് രവി എന്നാണ്. ആദ്യമേ തന്നെ സമീക്ഷയ്ക്കും 2 സോളിസിറ്റർമാർക്കും ഈ പാനിക് സിറ്റുവേഷനിൽ ഇത്ര സമയം ചെലവഴിച്ചതിനും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെട്ടതിനും നന്ദി രേഖപ്പെടുത്താണ്. എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഒന്നല്ല 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്താ വെച്ചാൽ എന്നെ ബേസ് ചെയ്ത് തന്നെ സംസാരിക്കാം. കാരണം ഞാനിപ്പോ ഒരു സീനിയർ കെയർ വിസയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. എൻ്റെ വൈഫ് ഒരു നേഴ്സാണ്. അപ്പം വൈഫ് പിൻ നമ്പറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പം ഞാനൊരു 10 വർഷത്തേക്ക് ഇപ്പൊ 2 വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി എൻ്റെ 8 വർഷം റിമൈനിങ് ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ആസ് സൂൺ ആസ് പോസിബിൾ വൈഫ് ഒരു നേഴ്സ് എന്നുള്ള കാറ്റഗറിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ അതാണോ നല്ലത്, അത് ഞാനിപ്പോ തന്നെ നിൽക്കുന്ന രീതിയിൽ തുടരണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണോ ഉള്ളത്. ഒന്നാമത്തെ ചോദ്യം അത്. രണ്ടാമത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മോൾക്ക് 16 വയസ്സായി. അപ്പൊ ഇനി ഇപ്പൊ യൂണിയിലേക്ക് പോകേണ്ട വന്നു കഴിഞ്ഞാൽ അവൾക്ക് ഇനി ഫീസ് കൊടുത്ത് പഠിപ്പിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രാക്ടിക്കൽ അല്ല. ഇപ്പൊ ഇവിടെ തന്നെ ഒരു 25,000 അല്ലെങ്കിൽ 30,000 ഒരു വർഷം ഏൺ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടുപേരുടെയും കൂടിയും മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ വരുമാനം നമ്മുടെ റെന്റും മറ്റുള്ള കാര്യത്തിലേക്കും പോകും. പിന്നീട് ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി തന്നെ നമ്മൾ ഒരു വർഷം ഏകദേശം 20,000 പൗണ്ടോളം ഏറ്റവും കുറഞ്ഞത് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ UK സേഫ് ആണോ അല്ലേ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഇപ്പൊ നമ്മളുള്ളത്. പിന്നെ അടുത്തൊരു കാര്യം വെച്ചാൽ ഇതെല്ലാം ഇത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ടെൻഷൻസുകളാണ്. കാരണം നമ്മുടെ തീരുമാനം ശരിയല്ലായിരുന്നോ, അത് എവിടേക്ക് ഇല്ലായിരുന്നോ എന്നുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പൊ എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ സീനിയർ കെയർ ആയിട്ട് നിൽക്കണു. അതിൽ നിന്ന് ചേഞ്ച് ചെയ്തിട്ട് എന്റെ വൈഫിനെ നേഴ്സിലേക്ക് മാറ്റി നേഴ്സിന്റെ പിൻ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ പിൻ നമ്പറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പൊ ആ ഒരു ഇതിനകത്തേക്ക് മാറിക്കഴിഞ്ഞാൽ കെയർ ഹോമിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ 42,000 പൗണ്ടാണ് അവർക്ക് ആനുവൽ സാലറി ഉണ്ടാവുള്ളൂ. പക്ഷെ ഈ നേഴ്സിന്റെ ഇത് വന്നത് കാറ്റഗറി വന്നത് NHSനും ഇതിനും രണ്ടായിട്ടാണോ വന്നെ, അത് ഒരൊറ്റ രീതിയിലാണോ വന്നെ എന്നുള്ള ഒരു പ്രശ്നം കൂടി ഉണ്ട്. ഭയങ്കര വലിയ ക്വസ്റ്റ്യൻ ആയല്ലോ. പുള്ളിയുടെ ഫ്യൂച്ചർ വരെ നമ്മളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഫ്യൂച്ചർ അങ്ങനല്ല, ഇത് എന്റെ മാത്രം ഒരു പ്രശ്നമല്ല വക്കീൽമാരെ, ഇത് നമ്മുടെ മൊത്തത്തിലുള്ള ഞങ്ങള് സോളിസിറ്റേഴ്സ് അല്ല, ഞങ്ങൾ ഇമിഗ്രേഷൻ ലോയേഴ്സ് ആണ് കേട്ടോ. പിന്നെ എന്തായിരുന്നു രവിയോ പേര്? രാകേഷ് രവി. ഒരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ. നിങ്ങളാണോ ഇപ്പോൾ മെയിൻ അപ്ലിക്കന്റ്? വൈഫ് ഡിപ്പെൻഡന്റ് ആണോ? അതെ. ഓക്കെ. നിങ്ങളുടെ വിസ എന്നാ അടിച്ചത്? എന്നെ 2023 സെപ്റ്റംബറിലാണ് എന്റെ വിസ അടിച്ചത്. 2028 സെപ്റ്റംബറിലേക്ക് ILR കൊടുക്കാം. ഓക്കെ. പിന്നെ ഇനിയിപ്പോ വൈഫ് നഴ്സ് ആവുകയാണെങ്കിൽ പിൻ നമ്പർ എന്നാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്? 35 ദിവസത്തിനുള്ളിൽ പിൻ നമ്പർ കിട്ടേണ്ടതാണ്. അതായത് ഇപ്പോൾ 2025 അല്ലേ? അതെ. ഓക്കെ. ഇപ്പോ നമുക്ക് ഈ ഒരു ഇതിപ്പോ ഒരു കൺസൾട്ടേഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഓക്കെ. അപ്പോ വൈഫിന് വരികയാണ് എന്നുണ്ടെങ്കിൽ വൈഫ് നഴ്സ് എന്ന പെർസ്പെക്റ്റീവില് 2025 അവർ നഴ്സായിട്ടാണ് എന്നുണ്ടെങ്കിൽ 2030 അവർക്ക് 5 ഇയർ റൂട്ടിൽ ILR കിട്ടാൻ സാധ്യതയുണ്ട്, ബേസ്ഡ് ഓൺ ന്യൂ പ്രപ്പോസൽ അല്ലേ? കറക്റ്റ് അല്ലേ? ഓക്കെ. അപ്പോ നിങ്ങൾ ഓൾറെഡി 2023 നിങ്ങൾ ഓൾറെഡി പിന്നെ
സ്കിൽഡ് വർക്കർ റൂട്ടിലാണ് താനും. ഓക്കെ, ഇവിടെ മെയിൻ ആയിട്ട് നിലവിലുള്ള റൂട്ടിൽ നിന്ന് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വൈസ് വേഴ്സ ചേഞ്ച് ആവുമ്പോൾ നിങ്ങളുടെ ക്ലോക്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, കാരണം ഇപ്പോൾ വൈഫ് നിങ്ങളുടെ ഡിപ്പെൻഡന്റ് ആണ്. നാളെ നിങ്ങൾ വൈഫിന്റെ ഡിപ്പെൻഡന്റ് ആയി മാറുമ്പോൾ ആ ഒരു ഡേ ഓൺവേർഡ്സ് ആണ് പിന്നെ പുതിയ PR ക്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, മറിച്ച് ഇതൊരു നിയമമാകാതെ വരികയാണെങ്കിൽ, ജസ്റ്റ് എ പ്രപ്പോസലിൽ ഒതുങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ, കൂടാതെ ഇവര് പറഞ്ഞ വോളണ്ടിയറിങ്, നാഷണൽ കോൺട്രിബ്യൂഷൻ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് എൻ്റെ ഒരു മാത്രം ഒപ്പീനിയനാണ്. നാളെ ഇത് തെറ്റിപ്പോയ എന്നെ വിളിച്ച് തെറി വിളിക്കരുത്. 2023 സ്കിൽഡ് വർക്കറായ നിങ്ങൾ 2028 ILR എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മാറണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സീനിയർ കെയർ ആണ് എന്നുണ്ടെങ്കിൽ കൂടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് പുതിയ പ്രപ്പോസൽ പ്രകാരം ഉണ്ട്. വോളണ്ടിയറിങ് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോ പെയ്ഡ് ഇതാണ്. കാരണം ഓൾറെഡി നമ്മൾ പറഞ്ഞു, പല സമയത്തായിട്ട് ഈ ഒരു സെമിനാറിൽ പറഞ്ഞു, 10 ഇയർ എന്ന് പറയുന്നത് ബേസ് ലൈൻ മാത്രമാണ്. ഓക്കെ, 10 ഇയറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്കിത് മാറ്റാം നമ്മുടെ കോൺട്രിബ്യൂഷൻ അനുസരിച്ച്. അപ്പൊ നിങ്ങൾ NHS പിന്നെ നിങ്ങൾ അപ്പോൾ എക്സാമ്പിൾ വൈഫ് മാറി എന്ന് വിചാരിക്കുക, അപ്പോൾ നിങ്ങൾ വൈഫിന്റെ ഡിപ്പെൻഡന്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ബാധകം എന്നുള്ളത് ഇപ്പൊ ഓൾറെഡി പറഞ്ഞിട്ടില്ല. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് ബാധകമാവുക എന്നുള്ളത് ഇപ്പൊ പറയാത്ത സ്ഥിതിക്ക് എല്ലാം ഗ്രേ ഏരിയയിൽ കിടക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ഈ ഒരു മാറ്റം അത്രത്തോളം നല്ലതല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയന്. ഇനി നിങ്ങൾക്ക് ആലോചിക്കാം. ഈ ലോ ഇംപ്ലിമെന്റ് ആയതിനു ശേഷം ചെയ്യുന്നതായിരിക്കും നല്ലത്. അതെ, അത് അറ്റ്ലീസ്റ്റ് അതുവരെയെങ്കിലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഈ ഹ്യൂമൻ റൈറ്റ്സ് പ്രകാരം നമ്മുടെ ഇതെല്ലാം കോർട്ടിൽ, നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ചോദിക്കുന്നത്, ഈ കോർട്ടിൽ ഇത് ചലഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? കാരണം ഇവർ കമ്മിറ്റ് ചെയ്തേക്കണം നമ്മൾക്ക് ഇതിന് ILR 5 വർഷം കഴിയുമ്പോൾ നമുക്ക് ILR തരാം എന്നൊരു കമ്മിറ്റ്മെന്റ് അവർ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ടല്ലോ. അതെ അതെ, അത് നമുക്ക് ചലഞ്ച് ചെയ്യാവുന്ന കേസാണത്. പക്ഷെ നിയമം ആയതിനു ശേഷം അത് നമുക്ക് എതിരായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ഹ്യൂമൻ റൈറ്റ്സിനും അതുപോലെ നാച്ചുറൽ ജസ്റ്റിസ് പ്രിൻസിപ്പിളിനും എതിരായിട്ട് വരികയാണെങ്കിൽ നമുക്ക് ചലഞ്ച് ചെയ്യാവുന്ന കേസാണ്. നമുക്കത് മുമ്പ് പല കേസിലും അങ്ങനെ കിട്ടിയിട്ടുമുണ്ട്. അത് മുമ്പ് അഡ്വക്കേറ്റ് ജോർ പറഞ്ഞ പോലെ HNP ആയിട്ടൊരു കേസ് ഉണ്ടായിരുന്നു, അതിൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ബ്രിട്ടീഷ് സ്പോർട്സിന്റെ മെയിൻ്റെനൻസിന്റെ കേസിൽ ഒരു കേസ് ഉണ്ടായിരുന്നു, അതിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളിപ്പോ വോളണ്ടറി വർക്കുകൾ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സപ്പോർട്ടിങ് ഇൻഫർമേഷൻ വാങ്ങിച്ചിട്ട് അവരുടെ ലെറ്റർ ഹെഡിൽ നിന്ന് വാങ്ങിച്ച് കയ്യിൽ വെക്കുന്നതാണോ നല്ലത്? അതല്ലെങ്കിൽ അതെങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും നമുക്കത്? അത് ശരിക്ക് ഇത് വന്നു കഴിഞ്ഞാൽ തന്നെ അറിയുള്ളൂ. അതിനെപ്പറ്റി ഒരു വ്യക്തമായ ധാരണ വന്നിട്ടില്ല. എങ്ങനെയാണ് വോളണ്ടിയറിങ്, എങ്ങനെയാണ് ഇവര് പബ്ലിക് സെക്ടേഴ്സിനെ ഇത് ചെയ്യുന്നത്, ഒന്നും ഡിഫൈൻഡ് അല്ല. ഓക്കെ, അതുപോലെ എത്ര വർഷം ചെയ്യണം അതും ഡിസൈഡ് ആയിട്ടില്ല. എനിവേ, താങ്ക് യു സോ മച്ച്. കാരണം നിങ്ങളെ പോലുള്ള ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്ത് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അതിന് പ്രത്യേകം നന്ദി പറയാനുണ്ടോ? തീർച്ചയായിട്ടും. പിന്നെ അതുപോലെ രവി, നമ്മള് ഇതൊരു നിയമമായി കഴിഞ്ഞാൽ, ഇപ്പോ ഏതൊരു ഇമിഗ്രേഷൻ റൂളും നിയമമായി കഴിയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതിനെ കോർട്ടിൽ ചലഞ്ച് ചെയ്യാം, ട്രിബ്യൂണലിൽ ചലഞ്ച് ചെയ്യാം. ഇതൊരു പാർലമെന്റിൽ ഇതൊരു ആക്ട് ആയിട്ട് വരുമ്പോഴാണ് നമുക്ക് അതിൽ കുറെ കൺസേൺ വരുന്നത്. പക്ഷേ അന്ന് നമ്മൾ എടുക്കുന്ന എഫേർട്ടിന്റെ 4/1 ഭാഗമേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ എടുക്കേണ്ടത്. കാരണം എസ്പെഷ്യലി പബ്ലിക് കൺസൾട്ടേഷനും പിന്നെ നമ്മൾ കൊണ്ടുവരുന്ന ക്യാമ്പയിനിങ്, പിന്നെ എല്ലാ രീതിയിലും നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞല്ലോ. ഇപ്പോൾ നിങ്ങൾ ഒരു സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 2010-11 തോന്നുന്നുണ്ട്, പിന്നെ PR-ന്റെ ഒരു സാലറി ത്രഷോൾഡ് 35,000 അങ്ങനെയുള്ളതിലേക്ക് മാറ്റി, അല്ലാത്തവർക്ക് PR ഇല്ല എന്നുള്ള രൂപത്തിൽ ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നിരുന്നു. പിന്നെ അത് മാറി. അന്ന് നമുക്ക് ഡേവിഡ് ആംസ് എന്ന് പറയുന്ന സൗത്ത് എൻഡോൺസിയിലുള്ള ഒരു MP ആണ് ഇതിനെ ഏറ്റവും കൂടുതൽ പാർലമെന്റിൽ റെപ്രസെന്റ് ചെയ്തിട്ട് ആളുകൾക്ക് ഫേവർ ആയിട്ടുള്ള ഒരു ഇത് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ MP-ക്ക് ഇതിൽ ഒരുപാട് റോൾ ഉണ്ട്, നമ്മുടെ കറസ്പോണ്ടൻസ് ആയിട്ടുള്ള MP-ക്ക് ഒരുപാട് റോൾ ഉണ്ട്. അപ്പൊ അത് നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടും, നിങ്ങളൊരു MP-ക്ക് ഒരു മെയിൽ അയച്ചാൽ അവരത് അക്സെപ്റ്റ് ചെയ്യും, അതിലൊരു ആക്ഷൻ പ്ലാൻ എടുക്കും. പക്ഷെ കളക്റ്റീവ് എഫേർട്ട് എപ്പോഴും ഇത്തരം കേസുകളിൽ ഭയങ്കര നമുക്ക് ഇതുണ്ടാക്കും, എഫക്റ്റ് ഉണ്ടാക്കും. അതുകൊണ്ട് ഇത്തരം ഇതിൽ നമ്മൾ ഇപ്പോൾ ചെയ്യാവുന്നത് കൺസൾട്ടേഷനും അതുപോലെ മറ്റുള്ള ക്യാമ്പയിനിങ്ങിലൊക്കെ ഇൻവോൾവ് ആയിട്ട് നമ്മളെ കയ്യിൽ നിന്ന് അത്രയും ഇതിനുള്ള ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ്. താങ്ക് യു സോ മച്ച്. വെൽക്കം. ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്ന ലിഷ പോൾ ആണ്. നമ്മുടെ ടൈം നമ്മൾ പ്രതീരക്കാരുടെ എക്സീഡ് ചെയ്ത് പോവാണ്. അവിടെ ഷോർട്ടായിട്ട് ഒന്ന് ചോദിക്കണം ലിഷ.
ഹലോ, എനിക്കാണെങ്കിൽ കുറച്ച് ലേറ്റ് ആയിട്ട് ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ തുടക്കം പറഞ്ഞത് കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്റെ ഡൗട്ട് ഇതിനു മുമ്പ് ആരെയും ചോദിച്ചോന്നും എനിക്കറിയില്ല. ഞങ്ങൾ സ്റ്റുഡന്റ് വിസയില് 2021 വന്നു, ഫെബ്രുവരിയിൽ വന്നു. എന്റെ ഹസ്ബൻഡ് 2021 നവംബറിൽ സീനിയർ കെയർ വിസയിലേക്ക് കൺവേർട്ട് ചെയ്തു. പിന്നെ ഞാനും കൊച്ചും ഡിപെൻഡന്റ് വിസ ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പൊ 2026 നവംബറിലാണ് ഞങ്ങളുടെ ILR ടൈം. അപ്പൊ ഇതിപ്പോ ഇനിയിപ്പോ 15 ഇയേഴ്സിലോട്ട് ഇൻ കേസ് അത് മൂവ് ചെയ്യുകയാണെങ്കിൽ എന്റെ ഒരു ഡൗട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീനിയർ കെയർ വിസ 2028 ജൂലൈ കഴിഞ്ഞാൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ? പിന്നെ അതല്ലെങ്കിൽ കെയർ വിസയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ? ഡിപെൻഡൻസ് നിൽക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എന്റെ ഒരു ഡൗട്ട്. അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അത് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് അതെല്ലേ? 2028 ശേഷം പുതിയ ആൾക്കാർക്ക്, സ്റ്റുഡൻസിന് അല്ലെങ്കിൽ PSW ആൾക്കാർക്ക് ആ വിസയിലേക്ക് മാറാൻ പറ്റില്ല. മനസ്സിലായോ? ഓക്കെ ഓക്കെ. നിലവിലുള്ളവർക്ക് തടസ്സം നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഇപ്പൊ ഈവൻ നിങ്ങളുടെ സ്പോൺസർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഇങ്ങനെ നീണ്ടു പോവാം. പക്ഷെ മിക്കതും നിങ്ങൾ ഒരു ട്രാൻസിഷൻ പീരീഡിലായ കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ എക്സെപ്ഷൻ എന്തെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ നിയമം കൂടുതലായിട്ട് ഇംപ്ലിമെന്റ് ആയിട്ടില്ലല്ലോ, ഇത് റൂളാണ്. അപ്പൊ പിന്നെ ചലഞ്ച് ചെയ്യാനും പറ്റുമായിരിക്കും. എന്നാലും നിങ്ങൾ എല്ലാവരും കൂടി ഇപ്പൊ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. അത് ഓക്കെ ഓക്കെ. താങ്ക് യു താങ്ക് യു. ഓക്കെ. അത് നിത്യയാണ് ഇതെങ്ങനെയാണ് ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത്? പിന്നെ ഇപ്പൊ ആരെങ്കിലും ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ആൻസർ ചെയ്ത് കൊടുക്കാം അവർക്ക് ഭാവിയില്. ഹലോ, ഞാൻ നിതയാണ്. പറയൂ. ഞാൻ നിതയാണ്. ഞാനൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ സാലറി 42 ആണ്. അപ്പോൾ എനിക്ക് ILR ഡിസംബർ 2026 ഡിസംബർ 10th എനിക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് 3 കൺസിക്യൂട്ടീവ് ഇയേഴ്സിൽ 450 കിട്ടണം. അതെനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളടുത്ത് ആരും പറഞ്ഞിട്ടില്ല ഇങ്ങനെ 3 കൺസിക്യൂട്ടീവ് ഇയേഴ്സ് ഇങ്ങനെ 50 വേണമെന്നുള്ള കാര്യം. കാരണം ഞാൻ ജസ്റ്റ് ഏപ്രിൽ റൂൾ വരുവാണെങ്കിൽ ജസ്റ്റ് 9 month ആണ് ഉള്ളത്. ആ 9 month എന്തായാലും എനിക്ക് പാസ്റ്റിൽ പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അതിനെക്കുറിച്ച് എന്താണ് ഒരു അഭിപ്രായം? നിങ്ങൾ ഹയർ റേറ്റിന്റെ ഇതിൽ വരുമെന്നുള്ളതല്ല അറിയേണ്ടത്. ഞാനൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആണ്. അപ്പം ആസ് പെർ ദ സാലറി ത്രെഷോൾഡ് എനിക്ക് 42, പക്ഷെ എനിക്ക് 40 മതി. പക്ഷെ എനിക്ക് 42 ഉണ്ട്. പക്ഷെ ഇപ്പൊ 50 ഇവർ വെച്ച സ്ഥിതിക്ക് അവർ പറയുന്നത് 3 കൺസിക്യൂട്ടീവ് ഇയേഴ്സ് 50 വേണമെന്നാണ്. അതെന്തായാലും പറ്റില്ല. കാരണം എനിക്ക് ILR ഈ അടുത്ത ഡിസംബറിൽ അപ്ലൈ ചെയ്യാനുള്ളതാണ്. അപ്പൊ എനിക്ക് 1 year പോലും എനിക്ക് സമയമില്ല അതൊന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എൻ്റെ കേസ് എങ്ങനെ ട്രാൻസിഷൻ അറേഞ്ച്മെന്റ് കിട്ടാൻ വഴിയുണ്ടോ? ചെറിയൊരു ചാൻസ് ഉണ്ട് നിങ്ങൾക്ക്. പിന്നെ ഇതൊക്കെ നമ്മളൊരു പ്രപ്പോസൽ വെച്ചിട്ടുള്ളതാണ്, മനസ്സിലായ? ഇപ്പൊ ഇതില് നിയമം എത്രത്തോളം എങ്ങനെ ആയി വരും എന്നുള്ളത് നമുക്ക് ആ നിയമം ഇംപ്ലിമെന്റ് ആയതിനു ശേഷം നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് ഏപ്രിലിൽ നിയമം വരികയാണെങ്കിൽ ഡിസംബറിലാണ് എൻ്റെ ഇത് അപ്ലൈ ചെയ്യാനുള്ളത്. അപ്പൊ ഈ 9 month കൊണ്ട് എന്തായാലും അറ്റ്ലീസ്റ്റ് 1 year പോലും എനിക്കില്ല. അപ്പോൾ 1 year ഉണ്ടെങ്കിൽ പോലും ചെയ്യാമായിരുന്നു. അറ്റ്ലീസ്റ്റ് 1 yearലെങ്കിലും കാണിക്കാമായിരുന്നു. ഇതിപ്പോ 3 കൺസിക്യൂട്ടീവ് ഇയേഴ്സിൽ കാണിക്കണം. ബാക്ക് ഡേറ്റ് നമുക്കൊന്നും കാണിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പം 3 years നമുക്ക് കാണിക്കണം എന്ന് അതിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ചിലപ്പോൾ അതിലെന്തെങ്കിലും വ്യത്യാസങ്ങൾ വരാനും സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മള് ഒരു പ്രപ്പോസൽ കൊടുക്കുമ്പോൾ അതേ ഇതില് വരണമെന്നില്ല, മനസ്സിലായോ? ഇവർക്ക് ട്രാൻസിഷണൽ പ്രൊട്ടക്ഷൻ കിട്ടിയാൽ മാത്രമേ ആ ഒരു റൂട്ടിലേക്ക് വരാൻ ചാൻസ് ഉള്ളൂ. പിന്നെ അല്ലെങ്കിൽ ഇവര് ലോങ്, അതായത് 10 വർഷം ബേസ് ലൈൻ എന്നുള്ള റൂട്ടിലേക്ക് തന്നെയാണ് വരേണ്ടത് ആസ് പെർ ദ പ്രപ്പോസൽ. പിന്നുള്ളത് നിങ്ങളുടെ വോളണ്ടിയറിങ്ങും അതുപോലെ നാഷണൽ കോൺട്രിബ്യൂഷനും ആണ്. പക്ഷേ ഇത്തരം ആളുകൾ അതിലാണ് ഇതിലെ ഏറ്റവും വലിയ കൺസേൺ. കാരണം ഇത്തരം പ്രപ്പോസലുകളിൽ, കാരണം എന്തായിരുന്നു പേര് പറഞ്ഞത്? നിത. നിത ഓൾറെഡി നിങ്ങളുടെ കൺസൾട്ടേഷൻ സബ്മിറ്റ് ചെയ്തോ? അതൊക്കെ ചെയ്തു. ഓക്കെ. അതിൽ ഈ കൺസേൺ എല്ലാം അറിയിച്ചില്ലേ? ഞാൻ കൺസേൺ അറിയിച്ചിട്ടില്ല. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതി കൊടുത്തിട്ടില്ല. കൊടുത്താലും മതി. അങ്ങനെ ഫെബ്രുവരി 12 വരെ സമയമുണ്ട്. അപ്പം ധൃതി വെച്ച് ചെയ്യണ്ട. എല്ലാവരും അതൊരു സമയമെടുത്ത് ചെയ്താൽ മതി. പക്ഷെ ചെയ്യുമ്പോൾ ഓരോ വ്യക്തികൾക്കും അവരുടെ ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവിൽ ഇതിൽ ചെയ്യാനുണ്ടാവും. കാരണം എല്ലാവരും ഫേസ് ചെയ്യുന്നത് അവരവരുടെ സ്വന്തമായ പ്രോബ്ലംസ് ആണ്. അത് തന്നെയാണ് നമ്മൾ അതിൽ മെൻഷൻ ചെയ്യേണ്ടതും. കാരണം ഇത് യുണീക്കായിട്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് വേണം ഇതിന് റിപ്ലൈ ചെയ്യാൻ. അപ്പം നിങ്ങളത് തീർച്ചയായിട്ടും മെൻഷൻ ചെയ്യേണ്ടായിരുന്നു. കാരണം ഇതൊക്കെ ഒരു വലിയ കൺസേൺ ആണ്. കാരണം ഇതൊരു റൂളായി വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 8 to 9 month വേണ്ടിയിട്ടാണ് നിങ്ങൾ വീണ്ടും ഒരു 4-5 വർഷം നിൽക്കേണ്ടി വരുന്നത്. ഓക്കെ.
പക്ഷെ സോഫാർ ഈ അതെ അതെ പ്രപ്പോസലിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ ഒരു സാലറി ത്രഷോൾഡ് പോരാ. സ്റ്റാൻഡേർഡ് റൂട്ടിൽ നിങ്ങൾ വരില്ല. പക്ഷേ പിന്നെ ഇനി ഡിപ്പെൻസ് അപ്പോൺ ദ വോളണ്ടിയറിങ് ആൻഡ് നാഷണൽ കോൺട്രിബ്യൂഷൻ. അതാണ് അടുത്തൊരു ഓപ്ഷൻ ഉള്ളത്. അല്ല ഇങ്ങനെ ഇപ്പൊ ഈ വളരെ ചുരുക്കം മന്തുകളും ഡേയ്സ് ഉള്ളവർക്കൊക്കെ എന്തെങ്കിലും ട്രാൻസിഷൻ അറേഞ്ച്മെന്റ് കിട്ടാൻ ചാൻസ് ഉണ്ടോ? ലോയുടെ പ്രിൻസിപ്പിൾ വെച്ചിട്ട് അത് കിട്ടണം എന്നുള്ളതാണ്. ഓക്കെ, കാരണം പിന്നെ ഒരു ട്രാൻസിഷണൽ അറേഞ്ച്മെന്റ് എന്തായാലും, കാരണം ഇപ്പോൾ എമിഗ്രേഷൻ വൈറ്റ് പേപ്പർ കൊണ്ടുവന്ന സമയത്ത് പോലും കുറെ ആളുകൾക്ക് ട്രാൻസിഷണൽ പ്രൊട്ടക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ സമീപകാലത്തായി വന്ന ഒരുപാട് നിയമമാറ്റങ്ങളിലും ട്രാൻസിഷണൽ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോ ഏത് പറയായിരിക്കും, ഈ സ്കിൽഡ് വർക്കർ ഡിപ്പെൻഡന്റ് വരുമ്പോഴൊക്കെ അതിൽ ട്രാൻസിഷണൽ പ്രൊട്ടക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് കിട്ടേണ്ടതാണ് എന്ന് നമ്മൾ പ്രത്യാശ പ്രകടിപ്പിക്കാം. കാരണം അതിനാണ് നമ്മൾ ഈ കൺസൾട്ടേഷനും നന്നായിട്ട് ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു. വെൽക്കം. നമുക്ക് ഇപ്പം ഹാൻഡ് റൈസ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന എല്ലാവരും തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചാറ്റിലൂടെ ഒക്കെ കിട്ടിയിട്ടുണ്ട്, നമ്മളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. അത് അത്യാവശ്യം കളക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് പരമാവധി ആൻസർ ചെയ്യാവുന്നൊക്കെ ആൻസർ ചെയ്യാം. അതെ, ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളെ ഒന്ന് അത് കളക്ട് ചെയ്തിട്ട് ഒന്ന് ജനറലൈസ് ചെയ്താൽ മതി. ഒരേ മാതിരി വരുന്ന ക്വസ്റ്റ്യൻസ് ഇല്ലേ, അപ്പൊ അതൊക്കെ എടുത്തിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഒരുമിച്ച് ചെയ്താൽ മതിയല്ലോ, ആൻസർ ചെയ്താൽ മതിയല്ലോ. തിരക്ക് ആയിക്കോട്ടെ, കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചെയ്യാം. പിന്നെ പിന്നെ എന്തെങ്കിലും നിങ്ങളുടെ ഇതിനിടെ ഡ്യൂട്ടിയിൽ ഭാഗത്ത് എനിക്കൊരു നിന്ന് ഇത് അയച്ചിട്ടുണ്ട്, അതായത് ഹാൻഡ് റൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഡ്യൂട്ടിയിൽ പേഴ്സണലി അയച്ചതാണ്. അപ്പം അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് വന്ന മൈ ILR is on November 26 and I am in senior care visa. If the rule comes in April 2026, am I able to go to tribunal to get my ILR in the 5-year code? എല്ലാവർക്കും ഏറെക്കുറെ സിമിലർ ക്വസ്റ്റ്യൻ തന്നെയാണ്, ചെറിയൊരു വ്യത്യാസത്തിൽ. സിമിലർ ക്വസ്റ്റ്യൻസ് ആണ്. അതെ അതെ. അപ്പോ അവരുടേത് പ്രകാരം ഈ റൂൾ ഇംപ്ലിമെന്റ് ആകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവർ പോകുന്നതും ഈ ഒരു ലോവർ ഇൻകം ത്രഷോൾഡ് കാറ്റഗറിയിലോട്ടാണ്. ഓക്കെ, അപ്പം അത് കോർട്ടിൽ പോയാൽ കിട്ടുമെന്നുള്ളത് നമുക്ക് പിന്നെ ഉള്ള ഹോപ്പ് എന്താ പറയുന്നത് വെച്ചാൽ കഴിഞ്ഞ കാലങ്ങളിലുള്ള, പക്ഷെ ഇതൊരു നിയമമായി വരുന്നതിനുള്ള ചാൻസസ് ആണ് നമ്മൾ കൂടുതൽ ചലഞ്ച് ചെയ്യേണ്ടത്. ഇത് വൺസ് ഇറ്റ് ഈസ് ഡൺ ബിക്കം എ റൂൾ, പിന്നെ നമ്മൾ പോകുന്നതിനേക്കാളും കുറച്ചും കൂടെ ഈസിയാണ് നമ്മൾ ഇപ്പൊ തന്നെ ഇത് ഈ കൺസൾട്ടേഷനിലും ഇതിലൊക്കെ ചലഞ്ച് ചെയ്യുന്നത്. കാരണം അതിന് ശേഷമുള്ളതൊക്കെ നമ്മൾ ഈ പ്രസിഡൻസും ലോയുടെ പ്രിൻസിപ്പിളൊക്കെ വെച്ച് നമ്മൾ ട്രൈ ചെയ്യാന്നുള്ളേ ഉള്ളൂ. കാരണം കഴിഞ്ഞ കാലങ്ങളിലെ കോടതി വിധികളും ഇതെല്ലാം എടുത്തിട്ട് ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ HSMP ഫോറവും എന്താ പറയാ സെക്രട്ടറി ഓഫ് ഹോം ഡിപ്പാർട്ട്മെന്റും തമ്മിലുള്ള കേസിലും അങ്ങനെയായിരുന്നു. അതായത് അത് ഒരു റെട്രോസ്പെക്റ്റീവ് ഓപ്പറേഷൻ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് അത് വിധി തന്നത്. അപ്പോ നമുക്കൊരു ഹോപ്പ് കൊടുക്കാം, പോയി കഴിഞ്ഞാൽ ഇത് സംഭവിക്കും എന്നുള്ളത്. കാരണം ജുഡീഷ്യൽ റിവ്യൂസ് ഒക്കെ അതാണ് നമുക്ക് എപ്പോഴും ഒരു ഹോപ്പ് തരുന്നത്. അതിലൊരു ഗ്യാരണ്ടീഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഇപ്പോഴത്തെ അവസ്ഥയിൽ, ഇതൊന്നും അല്ലാത്തതുകൊണ്ട്. നമ്മളിപ്പോ ഏകദേശം 1 മണിക്കൂറോ 1.5 മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് 2 മണിക്കൂറിലേക്ക് എത്തിയാണ്. ഇത്രയും നേരം നമുക്ക് വേണ്ടി അവരുടെ വിലപ്പെട്ട സമയം ഈ രണ്ട് ഡെപ്യൂട്ടി ചെലവഴിച്ചു. പിന്നെ നമുക്ക് ഇതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കും. ഇതിനിടയിൽ നിങ്ങളുടെ വിലപ്പെട്ട ചോദ്യങ്ങളെല്ലാം തന്നെ ഞങ്ങൾ കളക്ട് ചെയ്ത് കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ കൃത്യമായി തന്നെ ഇവരുമായിട്ട് ആലോചിച്ച് ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ തന്നെ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ദൂരീകരിക്കുന്ന രീതിയിൽ മറുപടി നൽകുന്നതായിരിക്കും. കൂടുതൽ അതിനകത്ത് ഞങ്ങളുടെ ഇൻഫോ ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് ഇനി കൂടുതൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഇൻഫോയിലേക്ക് അയക്കാം. അത് ഇവരിൽ നിന്ന് തന്നെ അത് നമുക്ക് മറുപടി മേടിച്ച് നൽകാവുന്നതാണ്. ഇത് അവസാനിക്കുന്നതിന് മുമ്പായിട്ട് നന്ദി പറയുന്നതിന് വേണ്ടി സമീക്ഷ UK നാഷണൽ കമ്മിറ്റി അംഗം വൈജു PK-നെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹലോ സുഹൃത്തുക്കളെ, ഇത് വൈകിയ വേളയിൽ ചെറുതായിട്ട് നന്ദി പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിച്ചോളാം. ഏറ്റവും ആദ്യമായിട്ട് നന്ദി പറയേണ്ടത് അഡ്വക്കേറ്റുമാരായ ബിനോജ് പുഷ്പാങ്കദനും ജവഹർ ബാബുവിനാണ്. അഡ്വക്കേറ്റ് രണ്ടുപേർക്കും വളരെ ഇത്രയും ഞങ്ങളെ സഹിച്ചിരുന്ന വളരെ കാര്യപ്രസക്തമായിട്ടുള്ള ചോദ്യങ്ങളെ എല്ലാവരുടെയും ചോദ്യങ്ങൾ കേട്ടപ്പോൾ കുറേയൊക്കെ മറ്റേ ബുദ്ധിമുട്ട് തോന്നി. എല്ലാവരും നിങ്ങൾ വളരെ സഹിഷ്ണുതയോടിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. ഇനി കുറച്ച് കാര്യങ്ങളെല്ലാം നമ്മുടെ സെക്രട്ടറി പറഞ്ഞ പോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ ഇമെയിലായിട്ട് അയച്ചിട്ട് നിങ്ങൾക്ക് മറുപടി പറയാമെന്ന് വിശ്വസിക്കുന്നു.
ഇതുവരെ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. അതുപോലെ രണ്ട് അഡ്വക്കേറ്റുമാർക്കും വളരെ നന്ദി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വളരെ നന്ദി. താങ്ക് യു. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ഒരു പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൽ കൂടി എല്ലാവർക്കും നന്ദി. വീണ്ടും ഇതുപോലെയുള്ള കാര്യപ്രസന്നമായ വിഷയങ്ങളുമായി സമീക്ഷ വീണ്ടും നിങ്ങളുടെ അടുത്തെത്തുന്നതായിരിക്കും. നന്ദി. നന്ദി. താങ്ക് യു. ബൈ ബൈ.